ഒന്ന് രണ്ട് മൂന്ന് നാല് സൂത്രം പറയാൻ പറ്റുമോ? ഈ 4 സൂത്രത്തിനെ മാത്രം എടുത്തിട്ടാണ് നിങ്ങൾ പഞ്ചപാദിക എന്നുള്ള ഗ്രന്ഥം പോലുള്ളത്. ഓക്കെ, അങ്ങനെയും പ്രാധാന്യം ഉള്ളതാണ് ഈ ജന്മാദ്യസ്യത. ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ, പദച്ഛേദമൊക്കെ നടത്തിയിട്ട് സമാസവും പറഞ്ഞേ. ജന്മസ്യ ആദിഹി യതഃ. ജന്മാദി യസ്യ യതഃ. ജന്മാദി. ഇനി യസ്യ അസ്യ. ടീക്കേ, അസ്യ ഈ പ്രത്യക്ഷസിദ്ധമായതുകൊണ്ട് അസ്യ എന്നാണ് നല്ലത്. യസ്യ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതിൻ്റെതാണോ എന്നർത്ഥം കിട്ടും. ടീക്കേ, അസ്യ ജഗത, ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി ലയം. അപ്പോൾ ജന്മാദി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? സൃഷ്ടിസ്ഥിതി ലയം. അത് ശ്രദ്ധിക്കാതെ പോയി. ഇതിന്റെ സമാസം ചെയ്യുന്ന സമയത്ത് ജന്മാദി എന്നുള്ളതിന് തന്നെ ജന്മസ്ഥിതി ലയം എന്നാണ് അർത്ഥം. അതൊരു സമസ്ത പദമാണ്. അതായത് ജന്മം ആദിയിലുള്ളത് യാതൊരു ജന്മസ്ഥിതി ലയങ്ങളുടേതാണോ ആ ജന്മസ്ഥിതി ലയങ്ങളെയാണ് നമ്മൾ ജന്മാദി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ജന്മാദി അസ്യ ജഗത, ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി പ്രളയം യതഃ യസ്മാത്. യതഃ എന്ന് പറഞ്ഞാൽ യസ്മാത് എന്നർത്ഥം. യസ്മാത് തസ്മാത് ബ്രഹ്മണ, ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ ഈ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഹ്മ എന്ന് പറയുന്നത്. ഇതിനെ തടസ്ഥ ലക്ഷണമായിട്ടും കേവലം യതഃ എന്നുള്ളതിനെ എടുത്തിട്ട് സ്വരൂപ ലക്ഷണമായിട്ടും പറയും. കാരണം ഉത്പത്തിയുള്ള സമയത്ത് സ്ഥിതിയുള്ള സമയത്ത് ലയമോ ഇല്ലാത്തത് കൊണ്ട് എല്ലാ സമയത്തും ചെയ്യാൻ നിലനിൽക്കുന്ന ഒറ്റ ലക്ഷണമല്ല, ഇത് 3 കൂടിച്ചേർത്ത ലക്ഷണമാണ്. ജന്മകാരണത്വം, സ്ഥിതി കാരണത്വം, ലയ കാരണത്വം എന്ന് 3 കൂടി ചേർത്തിട്ട് ഒറ്റ ലക്ഷണം എന്നാണ്. ഇവിടെ തന്നെ ഇനി നിങ്ങൾ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിൽ തന്നെ 4-ാം പാദത്തിൽ 23-ാം സൂത്ര സ്ഥലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ വരും. ഇങ്ങനെ പല സൂത്രങ്ങൾ ആദ്യം കണ്ട ശേഷം സമാന പ്രസംഗം നമ്മൾ പിന്നെ സംസാരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ അവിടെ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ ഇപ്പോൾ കാരണത്വം എന്താ വെച്ചാൽ സാമാന്യമായിട്ടുള്ള ഒരു കാരണത്തെ പറഞ്ഞിട്ടുള്ളൂ. അത് നിമിത്തമാവാം, ഉപാദാനമാവാം. ഇതിനെടുത്തിട്ടാണ് പൂർവപക്ഷി പ്രസംഗം തുടങ്ങുന്നത്. നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള സൂത്രത്തില് പ്രകൃതിശ്ച എന്നൊരു സൂത്രം വരും. പ്രകൃതിയും കൂടിയാണ്. അതെന്തുകൊണ്ടാ? ഇവിടെ ഇപ്പോൾ സാമാന്യമായിട്ട് പറയത്തുള്ളൂ, പ്രകൃതിയാണോ നിമിത്തമാണോ എന്ന് ഇല്ല. പക്ഷെ രണ്ടർത്ഥത്തിൽ കൂടിയാണ് വന്നത് ഇപ്പൊ ടീക്കയിൽ കാണാം. കാരണം മുന്നോട്ട് വരാൻ പോകുന്ന സൂത്രത്തിലൂടെ ഏതൊരർത്ഥം നിശ്ചയിക്കപ്പെടുമോ അതിനെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. ഒരു വ്യക്തി മനസ്സിലാക്കണ്ട, അവിടെ സ്പഷ്ടമാക്കി പറയും, ഇവിടെ സാമാന്യമായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ ഇതിന് നിമിത്ത കാരണതയുള്ളൂ. വാസ്തവത്തിൽ ഇതിന് നിമിത്ത കാരണതയും ഉപാദാന കാരണതയും ഉണ്ടാവും. ശരിക്കും ഇത് ഉപാദാന കാരണമായിരുന്നു ആക്ഷേപം പറയേണ്ടത്. കാരണം ഘടത്തിന്റെ ഉത്പത്തിയും സ്ഥിതിയും ലയവും എവിടെയാ? മൃത്തിലാണ്, ഉപാദാന കാരണത്തിലാണ്, കുലാലിലല്ല. ടീക്ക ഭാഗം കണ്ടോ? ടീക്ക എവിടം വരെ ഇന്നലെ എത്തിയോ അവിടെ നിങ്ങളൊരു പോയിന്റ് ചെയ്യുക. എവിടം വരെ എത്തി എന്നുള്ളത് തെരഞ്ഞു പിടിക്കേണ്ട. ഞാൻ നമ്പർ ഒന്നും പറയത്തില്ല. ഇനി നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. അത്ര യദ്യപി ജഗജ്ജന്മസ്ഥിതി ലയ കാരണത്വം ലക്ഷണം പ്രതിപാദ്യത. അത്ര ഈ സൂത്രത്തില് യദ്യപി ഇങ്ങനെയാണെങ്കിലും എന്ത്? ജന്മകാരണത്വം, ജഗത്തിന്റെ ജന്മ സ്ഥിതി ലയ കാരണത്വം, ജഗത്തിന്റെ ജന്മകാരണം. ജന്മകാരണത്തിൽ തന്നെയാണ് സ്ഥിതി ഉണ്ടാവുക, ലയം ഉണ്ടാവുക. ഒരു കാര്യത്തിന്റെ ഘടത്തിന്റെ ജന്മകാരണമായിരിക്കുന്ന മൃത്തിലാണ് ഘടം ഇരിക്കുമ്പോൾ ഘടം നിൽക്കുന്നത്. ഘടം ഇരിക്കുന്ന സമയത്ത് ഘടം അവരുടെ നിലനിൽപ്പ് എവിടെയായിരിക്കും? അതേ മൃത്തിൽ തന്നെയായിരിക്കും. ഘടം നഷ്ടപ്പെട്ടാൽ എവിടെയായിരിക്കും? അതും മൃത്തിൽ തന്നെയായിരിക്കും. ഘടത്തിന്റെ ധ്വംസം മൃത്തിൽ അവശേഷിക്കും. അപ്പോൾ സ്ഥിതിയും ഉത്പത്തിയും ലയവും എവിടെ നടക്കുന്നുവോ അത് ശരിക്കും ഉപാദാനമായിട്ടാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നിമിത്ത അഭിന്ന ഉപാദാനമായിട്ടാണ് വരിക. കാരണം ഇതിന് പ്രമാണമായിട്ട് ഇനിയും മറ്റു ശ്രുതികൾ വരും. സ ഐക്ഷത ബഹുസ്യാം പ്രജായ, അവൻ ഇച്ഛിച്ചു എന്താവട്ടെ എന്ന്? ഞാൻ പലതാവട്ടെ എന്ന്. അപ്പൊ പലതായിരിക്കുന്ന ജഗത്ത് ആരാണ്? ശരിക്ക് അവനാണ്. ഇച്ഛിച്ചതാരാ? അവൻ തന്നെ. അവൻ ഇച്ഛിച്ചു, അവൻ തന്നെ പലതായി മാറി. ഈ പലതാവാൻ വേണ്ടിയിട്ട് അവൻ എന്തിനെ ആശ്രയിച്ചത്? അവൻ ഒന്നിനെ ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഏകനായിരിക്കുന്ന കാരണത്തിൽ നിന്ന് സകല ജഗത്തുണ്ടായത്. അതായത് സ്വപ്നകാലത്ത് നമ്മൾ കാണുന്ന എത്രയോ ലോകമുണ്ട്. ആ മൊത്തം ലോകത്തിന്റെ കാരണം ആരാ? കണ്ടവൻ മാത്രം കാരണമാണ്.
വേറെ ആരും കാരണമാക്കാൻ പറ്റത്തില്ല. ഇതേപോലെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഇന്നലെയും ഇവിടെ എന്റെ കൂടെ പഠിച്ചവന്മാർ പോലും പ്രസംഗം ഉന്നയിക്കുന്നത് എവിടെയാ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ ജഗത്തിന്റെ കാരണത്തെ കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. ചോദിക്കുന്നത് ഈ മനസ്സെവിടെ നിൽക്കും? അവിദ്യയിൽ. അവൻ ചോദിച്ചത് അവിദ്യയിലാണോ നിൽക്കുന്നത് അല്ല ചേതനിലാണോ? നിങ്ങൾ ഉത്തരം പറ. ഈ സ്വപ്നത്തില് മനസ്സ് വിഷയാകാരത്തിലേക്ക് വന്ന് സുഷുപ്തിയിൽ മനസ്സ് പോലും ലീനമാകുമ്പോൾ ആ മനസ്സ് ചേതനിൽ പോയിരിക്കുമോ അഥവാ അവിദ്യയിൽ പോയിരിക്കുമോ? അവിദ്യയിൽ. എന്തുകൊണ്ടാ ചേതനിൽ പോകാത്തെ? സുഷുപ്തിയിലായതുകൊണ്ട്. സുഷുപ്തിയിലായതുകൊണ്ടാ ചോദിക്കുന്നത് എന്തുകൊണ്ട് ചേതനിലേക്ക് പോകാൻ പാടില്ല? സുഷുപ്തി ചേതനിലാണ് അവിദ്യാസ്വരൂപമായിട്ടിരിക്കുന്നത്. അവിദ്യാസ്വരൂപമായിട്ട് ആരിരിക്കും? അവിദ്യാസ്വരൂപമായിട്ടാണ് ആരിരിക്കുന്നു പറ. സാക്ഷിയിരിക്കും. എവിടുന്നു ഞാൻ ചോദിച്ചത് അന്ധക്കരണം എവിടെ ഇരിക്കുമെന്നാ. അപ്പൊ അവിദ്യാസ്വരൂപമായിട്ട് എന്ന് പറഞ്ഞു. ആരിരിക്കുന്നു വെച്ചാൽ തിരിച്ച് ആലോചിക്കണ്ടേ? അന്ധക്കരണം ഇരിക്കുന്നല്ലേ പറയേണ്ടത്. അത് പറയാൻ അറിയത്തില്ല എന്ന് പറയാല് ചോദ്യത്തിലല്ല നിങ്ങൾ നിൽക്കും, നിങ്ങൾ എങ്ങോട്ടേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തേത് ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ചേതനിലിരിക്കാൻ പാടില്ല സുഷുപ്തിയിൽ അന്ധക്കരണത്തിന് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. അത് തന്നെയാണ് അവൻ പറഞ്ഞത്. അവൻ ചില്ലറക്കാലം ഒന്നല്ല അവൻ പഠിച്ചത്, 2003 മുതൽ അവൻ പഠിക്കാൻ തുടങ്ങിയതാ. ഇന്ന് 23 വർഷമായി. ടീക്ക്. അപ്പോഴും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കും പറ്റിയിട്ടില്ല, അവനും പറ്റിയിട്ടില്ല, പലർക്കും പറ്റാറില്ല. പറ്റാത്തത് ഒരു ദോഷവുമല്ല. മനസ്സിലായോ? ഞാനത് അവതരിപ്പിക്കാൻ കാരണം ഈ ഏരിയ കവർ ചെയ്യാൻ നല്ല പാടാണ്. ഇവിടെയാണ് സുഷുപ്തിയിൽ അവിദ്യാപ്രസംഗം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാണ് സുഷുപ്തിയിൽ അവിദ്യ ഇല്ല എന്ന് മാനിക്കുന്നത് അവർക്ക് വേദാന്തം കച്ചാഹേ എന്ന് പറഞ്ഞ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതാരുടെയും ന്യൂനതയാണ്. പക്ഷെ നമ്മളൊരു ദോഷമായിട്ട് കാണേണ്ടെന്ന് പറയാൻ കാരണം, ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണ് മുഖ്യം. നിങ്ങൾ ഈ ജഗത്തുണ്ടെന്ന്, ഞാനത് അവനോട് പറഞ്ഞു, നീയൊക്കെ ജഗത്തുണ്ടെന്ന് മാനിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ പ്രശ്നമാണിത്. ഞാൻ അവിടെ തിരിച്ചു ചോദിക്കുന്നത്, കയറിലെ സർപ്പം എവിടെ ഇരുന്നു? അപ്പം ചിരിക്കൂ, അത് നിങ്ങൾ അല്ല, ഇവിടെ ഇരുന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാർഷ്ടാന്തികം മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഉപാസനയിൽ ലാളിത്യം കൂടുതലുണ്ടെങ്കിൽ അവന് ജഗത്ത് ഉണ്ട് എന്നുള്ള ഭാവനയില്ല. കാരണം ഞാനാണ് ഉപാസിക്കുന്നത്, അല്ലേ? ഉപാസന ഞാൻ എന്ത് സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഉപാസിക്കുന്നത്. മറ്റതല്ല, ഞാനും നിങ്ങളെല്ലാം ഒരേപോലെ നിഷേധിച്ചും കൊണ്ട് ചൈതന്യത്തെ നിർത്തിയും കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ. ഇങ്ങനെ രണ്ട് തട്ടുണ്ട് ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വെറുതെ അല്ല ഉപാസകന്മാർ ഈ ഘട്ടത്തിൽ വരുമ്പോൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് സംക്ഷേപ ശാരീരത്തിൽ ടീക്കയിൽ മധുസൂദന സരസ്വതി എഴുതി വെച്ചത് ഉപാസകനെ പറഞ്ഞ പണിയല്ല സാധനം. അവന്റെ തലയുടെ വ്യത്യാസമുണ്ട്. ഒരു ഏരിയ കട്ട് ചെയ്ത് കയറണമെങ്കിൽ ഇപ്പം മഹേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. നല്ല ആർജവം വേണം ഉപാസന മാറ്റി നിർത്തിയിട്ട് വേദാന്തം പഠിക്കാൻ. അത് അറിയേണ്ട ആവശ്യമില്ല എന്നാണ്. അത് ബ്രഹ്മാകാരം വൃത്തിയുള്ളത് കൊണ്ടൊന്നല്ല. മനസ്സിലായി? പക്ഷെ ഉപാസന കൊണ്ട് ഗുണോലേച്ചമുണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ നിങ്ങളുടെ വേദാന്ത ഉപാസന അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അവിടെയാണ് പണിപ്പെടുന്നത്. നമ്മളുടെ തല നമ്മൾ ശരിക്കും വെച്ചില്ലെങ്കിൽ വേദാന്തം കയറത്തില്ല. ഇങ്ങനത്തെ ഉള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കും. അവിദ്യ നമുക്ക് വേറെ എവിടെയും വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചൈതന്യം വെച്ചു കൊടുക്കുന്നത്. ചൈതന്യത്തിൽ വാസ്തവത്തിൽ അവിദ്യ ഉണ്ടോ? ഇല്ല. അവിദ്യക്ക് പോലും നിൽക്കാൻ പറ്റാത്ത ഇടത്ത് എങ്ങനെയാണ് അന്ധകരണത്തിന് പോയി നിൽക്കാൻ പറ്റുക? അതുകൊണ്ട് അന്ധകരണത്തെ ചൈതന്യത്തിൽ വെക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അവിദ്യയിൽ വെച്ചത്? ആവിദ്യകമാണ് ഈ മൊത്തം ജഗത്ത് എന്നുള്ളതിനാല് ഞങ്ങൾ ഈ ജഗത്തിന്റെ ഭാഗമായിരിക്കുന്ന അന്ധകരണം എടുത്തിട്ട് അവിദ്യയിൽ വെച്ച്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. അവിദ്യ എവിടെ ഇരിക്കും? എവിടെ ഇരിക്കത്തില്ല. എന്തുകൊണ്ടാ? അങ്ങനത്തെ ഒരു വസ്തു ഇല്ല. ഉണ്ടെങ്കിൽ അത് ചൈതന്യത്തിലിരിക്കും. ഇതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചോ? അപ്പൊ യദ്യപി ജഗത് ജന്മസ്ഥിതി ലയ കാരണത്വം ലക്ഷണം പ്രതിപാദ്യത. ലക്ഷണ രൂപത്തിൽ നമ്മൾ 3 എടുക്കും. ജഗത്തിന്റെ ജന്മകാരണത്വം, സ്ഥിതികാരണത്വം, ലയകാരണത്വം. ഇങ്ങനെ നമ്മൾ പ്രതിപാദിക്കും. തഥാപി എന്നിരുന്നാലും ഇവിടെ ഇങ്ങനെ പ്രതിപാദിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ അർത്ഥമുണ്ട്. അഗ്രേ പ്രകൃതിശ്ച പ്രതിജ്ഞാ ദൃഷ്ടാന്താനുപരോധാത് എന്ന് വലിയ സൂത്രമാണിത്. ടീക്കേ. 337 നിങ്ങൾ എന്തായാലും 337, 38 പേജ് എടുക്കണം. ടീക്കേ. എങ്കിലേ കുറച്ച് കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താ പറഞ്ഞു നോക്കിയോ? ഇത്യധികരണേ തത് കാരണത്വം ന കർത്തൃത്വ മാത്രം കിന്തു കർത്തൃത്വ ഉപാദാനത്വ ഉഭയരൂപത്വമിതി ഭക്ഷ്യമാണം സിദ്ധവത്കൃത്യ ഉഭയകാരണത്വം ലക്ഷണം ഇത്യുച്യതേ ഇതി ന പൗനരുക്ത്യം. ഇവിടെ
ജന്മത്തിന്റെ സ്ഥിതി ലയ ഉത്പത്തി കാരണത്വമാണ് പറയുന്നതെങ്കിൽ പോലും ഇനി മുന്നോട്ട് വരാൻ പോകുന്ന 337-38 പേജുകളിലൂടെ നമ്മൾ 337-38 എടുത്ത് ഭാഷ്യം വായിച്ചോ. കണ്ടല്ലേ സൂത്രം? പ്രകൃതിശ്ച പ്രതിജ്ഞാ ദൃഷ്ടാന്താന് പ്രവധാത്. പ്രകൃതിയും കൂടിയാകുന്നു. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രതിജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും അനുസരിച്ച് മനസ്സിലാക്കണം. എന്താണ് ഭാഷ്യം? യഥാ അഭ്യുദയ ഹേതുത്വാത് ധർമ്മോ ജിജ്ഞാസ്യ ഏവം നിശ്രേയസ ഹേതുത്വാത് ബ്രഹ്മ ജിജ്ഞാസ്യം ഇത്യുക്തം. എപ്രകാരം അഭ്യുദയത്തിന് ഹേതുവായതിനാൽ ധർമ്മ ജിജ്ഞാസ്യമാകുന്നുവോ അപ്രകാരം നിശ്രേയസ ഹേതുവായതിനാൽ ബ്രഹ്മവസ്തുവും ജിജ്ഞാസ്യമാണെന്ന് പറഞ്ഞു. എവിടെ? ഒന്നാമത്തെ സൂത്രത്തിലൂടെ. അടുത്ത സൂത്രത്തിൽ എന്താ പറയുന്നത്? ബ്രഹ്മജ, ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ്? ജന്മാതിശേത ഇതി ലക്ഷിതം. ജന്മാതിശേത എന്നുള്ള സൂത്രത്തിലൂടെ ബ്രഹ്മ ലക്ഷിതമായി ലക്ഷണം ചെയ്തു. അവിടെയാണ് ചോദിക്കുന്നത് തച്ച ലക്ഷണം. ആ ലക്ഷണം എങ്ങോട്ടൊക്കെ വരാം? രണ്ട് രീതിയിലും വരാന്നാ പറയുന്നത്. ഘടരുചകാദീന മൃത് സുവർണവത് പ്രകൃതിത്വേ. ഒന്ന്, എപ്രകാരം ഘട രുചകം എന്ന് പറയുന്ന ഭൂഷണം ഇവയ്ക്കൊക്കെ മൃത്ത് അഥവാ സുവർണം, ഘടത്തിന് മൃത്ത്, രുചകത്തിന് സുവർണം, ഇവ പ്രകൃതി ആയതുപോലെ എന്ന് പറയുന്ന ഉപാദാന കാരണമായതുപോലെ ഒന്ന് കുലാല സുവർണകാരാദിവ നിമിത്തത്വേച സമാനം. കുലാലൻ ഘടത്തിനെ സംബന്ധിച്ച് നിമിത്ത കാരണവും ആഭരണത്തെ സംബന്ധിച്ച് സുവർണകാരൻ നിമിത്ത കാരണമാവുന്നത് പോലെ അതോ ഭവതി വിമർശ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചോദ്യം വരുന്നത് കിമാത്മകം പുനർബ്രഹ്മണ കാരണത്വം സ്യാദിതി. എങ്ങനെ ഇരിക്കുന്ന കാരണത്വമാണ് ബ്രഹ്മത്തിൽ ഇരിക്കുന്നത്? പ്രകൃതി സ്വരൂപമാണോ അഥവാ നിമിത്ത സ്വരൂപമാണോ ബ്രഹ്മ? ഒരു കാര്യം ഉത്പന്നമാവാൻ പല കാരണങ്ങൾ ആവശ്യമുണ്ട്. അതിനെ വേദാന്തത്തിൽ മുഖ്യമായിട്ട് രണ്ടായിട്ട് എടുക്കത്തുള്ളൂ. നിമിത്ത കാരണം, ഉപാദാന കാരണം. നൈയായികന്മാർ മൂന്നായിട്ട് എടുക്കും: സമവായി, അസമവായി, നിമിത്തം. എന്നപ്പോൾ വേദാന്താനുസാരം ചിന്തിച്ചാൽ തന്നെ രണ്ട് കാരണത്വത്തെയും നമ്മൾക്ക് ഇതിലൂടെ കൊണ്ടച്ച് വെക്കാൻ പറ്റും. അതിൽ ഏത് കാരണത്വം എന്ന് നമ്മൾ അവിടെ ചിന്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ സിദ്ധാന്തം പറയുന്ന സമയത്ത് മനസ്സിലാവും ഉഭയകാരണത്വമുണ്ട്. ആ ഉഭയകാരണത്വത്തെ ഇനി വരാൻ പോകുന്നല്ലേ, അത് ഉണ്ടെന്ന് മാനിച്ചും കൊണ്ട് ഇവിടെ ഇപ്പോൾ അതേ രീതിയിൽ അനുവർത്തനം നടത്തുകയാണ്. ഇതൊക്കെ അവരുടെ ശൈലി കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു പ്രസംഗമൊന്നും ലോകത്ത് കാണത്തില്ല. അപ്പൊ നോക്കിയോ, ഇനി നിങ്ങളുടെ മൂലപാഠത്തിലേക്ക് വന്നു. എന്താണ്? പ്രകൃതിശ്ച ഇത്യധികരണേ, പ്രകൃതി അധികരണ സ്ഥലത്ത് തത്കാരണത്വം ന കർത്തൃത്വം മാത്രം കിന്തു. ആ ജഗത്തിന്റെ കാരണത്വം, ബ്രഹ്മത്തിലിരിക്കുന്ന കാരണത്വം കേവല കർത്തൃത്വം മാത്രമല്ല, പിന്നെയോ കർത്തൃത്വ ഉപാദാനത്വ ഉഭയരൂപത്വം. ഇതി കർത്തൃത്വവും ഉണ്ട് അവിടെ, ഉപാദാനത്വം ഉണ്ട്. രണ്ടു രൂപത്തിലും അവൻ കാരണമാകുന്നു. ഇതി ഭക്ഷ്യമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പറയും. മുന്നോട്ട് പറയുന്നതിനെ സിദ്ധവത്കൃത്യ, അത് മുന്നോട്ട് പറഞ്ഞാലും ആദ്യം ഉള്ളതിനെ തന്നെയല്ലേ മുന്നോട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സിദ്ധമാണ്. ഇപ്രകാരം സിദ്ധമാക്കിയിട്ട് ഉഭയകാരണത്വം ലക്ഷണം എത്തിച്ചത് ഇവിടെയും ശരിക്കും രണ്ട് കാരണത്വവും ലക്ഷണത്തിലൂടെ വരുന്നുണ്ട്. ഇതി ന പൗനരുക്ത്യം. രണ്ട് സൂത്രങ്ങളും തമ്മിലുള്ള ഒരു പുനരുക്തി നേരിടുന്നില്ല. അവിടെ വിശദീകരിക്കുമ്പോൾ സിദ്ധവത്ത്, അവിടെ വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അതിനെ സിദ്ധവത്ത് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് കാരണത്വത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായിക്കൊള്ളുക. ഇവിടെ നമ്മൾ സ്പഷ്ടമാക്കുന്നില്ല ഏത് കാരണത്വം എന്നുള്ളത്. കാരണത്വം എന്ന് പറഞ്ഞു പോയുള്ളൂ. രണ്ട് രീതിയിൽ അന്വയിക്കാൻ പറ്റും. ഈ ചോദ്യം വരികയാണ്, നനു ജിജ്ഞാസ്യ നിർഗുണ ബ്രഹ്മണ കാരണത്വം കഥം ലക്ഷണം. ജിജ്ഞാസ്യമാരാ? നിർഗുണ ബ്രഹ്മ. നിർഗുണ ബ്രഹ്മം ജഗത്തിന്റെ കാരണമല്ലേ? കാരണമാണ് എന്നുള്ള അസംഷനിലാണല്ലോ ഇതൊക്കെ ഇപ്പം നടന്നു പോകുന്നത്. മറന്നാ ചോദിച്ചത്? നിർഗുണ ബ്രഹ്മം ജഗത്തിന്റെ കാരണത്വം ബ്രഹ്മത്തിലല്ലേ? അതായത് ശുദ്ധ ബ്രഹ്മം ജഗത്തിന്റെ കാരണമാണോ? അതെ, കാരണമാവുന്നില്ല സ്വാമിജി. ജഗത്തിന് കാരണമാവാൻ പാടില്ല. പിന്നെ ഏത് ബ്രഹ്മ ജഗത്തിന് കാരണം? ഉപാധിയുള്ള ബ്രഹ്മം. അപ്പൊ രണ്ട് ബ്രഹ്മം ഉണ്ടോ നമുക്ക്? ഇല്ല. പിന്നെ എന്ത് വരും? ഉപാധി ഇരുന്നു കൊണ്ട് അവൻ കാരണമായി തീരുന്നു എന്ന് മാത്രം. നമ്മൾ ഉപാധി വെച്ചു കൊടുക്കുന്നു. നമ്മൾ വെച്ചു കൊടുക്കും അല്ലേ? നമ്മളെ ചിന്തിക്കാൻ വേണ്ടി വെച്ചിരുന്ന സംശയം. അപ്പൊ നോക്കി, ഇതൊക്കെ തന്നെ പറയേണ്ടിട്ടാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കാരണത്വം മൂന്ന് വിധത്തിൽ കൊണ്ടുവരും. ഈശ്വര കാരണത്വമുണ്ട്. ജഗത്തിന്റെ കാരണമായിട്ട് ഈശ്വരനെ എടുത്തു കഴിഞ്ഞാല് പരിണാമി കാരണമായിരിക്കുന്ന മായാശ്രയത്വം ബ്രഹ്മത്തിൽ വരും.
അതായത് കാണുന്ന ജഡവസ്തുക്കളുടെ കാരണം ജഡമായിരിക്കുന്ന മായയും, ചൈതന്യങ്ങളുടെ കാരണം, ചൈതന്യം എന്ന് പറഞ്ഞാൽ ജീവരൂപ ചൈതന്യങ്ങളുടെ കാരണം ചേതനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപവും. ഇതാർക്കും മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പാണ് ശുദ്ധചേതനത്തിൽ ജഗത് ഉത്പന്നമാവും. എങ്ങനെ? മായ ഇരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈശ്വരനല്ലേ? അല്ല, ഈശ്വരന് ഉള്ള ഈശ്വര ജഗത് കാരണമാകുമ്പോൾ അവിടെ മായ പരിണാമിപാതനമാവും. ഇവിടെ പരിണാമിപാതനമാവാതെ സഹകാരി കാരണമായിട്ടിരിക്കും. അതിന് ഉദാഹരണം ബ്രഹ്മസൂത്രത്തിൽ ഇനി കാണാം. എപ്രകാരം പുരുഷനിൽ നിന്ന് നഖലോമാദികളും കുഞ്ഞുങ്ങളും ഉത്പന്നമാവുന്നുവോ ഇതേപോലെ എന്ന് പറയും. ഇനി വേണ്ടത് എന്താണ്? അധിഷ്ഠാനമായിട്ട് ബ്രഹ്മയിരിക്കും. എന്നിട്ട് അതിൽ കൽപ്പിക്കപ്പെട്ടത് മായയിൽ നിന്ന് മാത്രം ജഗത്ത് ഉത്പന്നമാവും എന്ന് പറഞ്ഞ ജഗത്തിന് അസ്തിത്വമേ സിദ്ധിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകും. നന്നു ജിജ്ഞാസ്യ നിർഗുണ ബ്രഹ്മണ. ജിജ്ഞാസ്യമാണ് ഇവിടെ നിർഗുണ ബ്രഹ്മം. അതെന്തുകൊണ്ടാ? നിർഗുണ ബ്രഹ്മജ്ഞാനം കൊണ്ട് അജ്ഞാന നഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ജിജ്ഞാസ്യമായത്. ബാക്കി ഭാഗം ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾ അദ്വൈതസിദ്ധിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിദ്യയുടെ ആശ്രയത്വം എവിടെയെന്ന് ചോദിക്കുക. അന്നേരം പറയും നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ചേതനം തന്നെയാണ് അവിദ്യയുടെ ആശ്രയം എന്ന് ഒരു പ്രകരണം അവിടെ ഉണ്ട്. വേറെ ഒന്ന് ഈശ്വരനിൽ അവിദ്യ ആശ്രയിക്കുന്നത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ സ്പഷ്ടീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കാരണത്വം എങ്ങനെ ജിജ്ഞാസ്യ ബ്രഹ്മത്തിലിരിക്കും? അതുകൊണ്ട് കാരണത്വം ഘടിതമായിട്ട് എങ്ങനെ ലക്ഷണം സിദ്ധിക്കാൻ പറ്റും? ജഗത് കാരണത്വം എങ്ങനെ വരും? ഇത് ഇവിടം വരെ ചോദ്യം വരുമ്പോൾ ഉത്തരം പറയണം ഉച്ചതേ. ഇതിന് ഈ ഉത്തരം നിങ്ങൾ തുടക്കം മുതലേ വേറൊരു ലെവലിൽ കാര്യം മനസ്സിലാക്കിക്കോളൂ. അവിടെ അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ പിടിക്കുന്നത്. ഏത്? വാസനയെ സൈഡാക്കുന്നതും കല്ലിലെ ദേവതകളെ പിടിച്ച് പറഞ്ഞു വിടുന്നതും. ഇതിനൊക്കെ കാരണം നിങ്ങൾക്ക് തുടക്കം മുതൽക്കേ പിടിച്ച് വന്നെങ്കിൽ മാത്രമേ വേദാന്തം വേണ്ട രീതിയിൽ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അമ്പലപ്പറമ്പിലെ വേദാന്തം ഇപ്പോൾ ശ്രദ്ധിച്ചോളുക. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് അന്ധകരണത്തെ നമുക്ക് നേരിട്ട് ചേതനയിൽ വെക്കാൻ പറ്റാത്തത് ഇത്യാദികൾ. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണത്. ഇതിന് ഉത്തരം പറയാം. യഥാ രജതം ശുക്തിർ ലക്ഷണം യത് രജതം സാ ശുക്തിരിതി. ശുക്തിയില്, ശുക്തി എന്ന് പറയുന്ന അർത്ഥം മുതുച്ചിപ്പി, അവിടെ രജതം കാണപ്പെടുകയാണ്. രജതം അല്ലെങ്കിൽ പോലും രജതത്തെ പോലെ മുത്തുച്ചിപ്പി കാണപ്പെടുകയാണ്. രജതം എന്ന് പറയുന്ന അർത്ഥം വെള്ളി. അതായത് ഉച്ച സമയത്തോ വെളിച്ചുള്ള സമയത്തൊക്കെ കടൽക്കരയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഷെല്ലില് വെളിച്ചടിച്ചു കഴിഞ്ഞാല് അത് തിളങ്ങും കിടന്നിട്ട്. അതിന് നമ്മൾ സിൽവർ ആയിട്ട് വെള്ളിയായിട്ട് ഭ്രമിച്ചേക്കാം. അവിടെയാണ്. അപ്പോൾ രജതം ശുക്തിർ ലക്ഷണം അതെങ്ങനെയാ പറയുന്നത്? യത് രജതം ആസീത് സാ ശുക്തിരിതി. അതായത് നമ്മൾ രജതമായിട്ട് മനസ്സിലാക്കിയ വസ്തു എന്തായിരുന്നു? ശുക്തിയായിരുന്നു. യഥാ രജതം ശുക്തിർ ലക്ഷണം. ശുക്തിയുടെ ലക്ഷണം എന്താ പറഞ്ഞത്? രജതം. രജതം ശുക്തിയുടെ ലക്ഷണമാണോ? അല്ല. അതിനാണ് വിശദീകരിച്ചത് യത് രജതം എന്ന് പറയുന്ന അർത്ഥം യത് രജതത്തിന് പ്രതിപാദം. ഏതായിരുന്നുവോ എന്ന് പറയുന്ന അർത്ഥം എന്താ? ശുക്തിയായിരുന്നു. ഏതൊരു ശുക്തിയായിരുന്നുവോ രജത രൂപത്തിൽ ഭാസിച്ചിരുന്നത്. അപ്പൊ രജതം അവിടെ ഇല്ലേ? ഇല്ല, ഭാസിക്കും മാത്രം. ഇനി ആ രജതത്തെ എടുത്തിട്ട് കാണിക്കുകയാണ്. ആ രജതം എന്താണ്? ശുക്തിയാകുന്നു. അപ്പൊ ശുക്തിയെ മനസ്സിലാക്കാൻ ഏതാ ലക്ഷണം പറഞ്ഞത്? രജതം. അതുകൊണ്ട് രജതം എന്നുള്ളത് ശുക്തിയിലിരിക്കുന്ന ധർമ്മമാണോ? അല്ല. അത്രയേ ഉള്ളൂ ജഗത് കാരണത്തിലൂടെ ചൈതന്യത്തെ മനസ്സിലാക്കിക്കുന്ന സ്ഥലത്ത്. മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വരൻ അങ്ങോട്ട് കോപിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല മക്കളെ, ആയിട്ടില്ല. ഈ കോപവും പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ജഗത്തുണ്ട് എന്നുള്ള ഭാവനയാണ്. കാരണം എന്റെ അസ്തിത്വം സിദ്ധിക്കണമെങ്കിൽ ഞാൻ ഗുരു, എന്റെ അസ്തിത്വം ഈശ്വരന്റെയും പൊക്കത്ത് വയ്ക്കാൻ ശ്രമിക്കുന്ന ഗുരുക്കന്മാരാണ്. അവരാണ് പറയുന്നത് ഗുരു കോപിച്ചാൽ പ്രശ്നമാണെന്ന്. എടാ ജഗത്ത് മൊത്തം ഇവിടെ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഗുരുകോപം കൽപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എത്രയും അധ്യാസം ഇടുന്നുവോ അതിനനുസരിച്ച് നമ്മൾ അജ്ഞാനികളായിക്കൊണ്ടിരിക്കുകയാണ്. യഥാ എപ്രകാരം രജതം ശുക്തിർ ലക്ഷണം. അതിന്റെ അർത്ഥമാണ് കേട്ടോ. യത് രജതം സാ ശുക്തി. അതിന്റെ അർത്ഥം എന്താ? യത് രജതത്തിന് പ്രതിപാദം. മുമ്പ് രജത രൂപത്തിൽ പ്രതിഭാസിച്ചത് വാസ്തവത്തിൽ ശുക്തിയാകുന്നു. അപ്പൊ ശുക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? രജതം. അതായത് പല വസ്തുവിനെയും കണ്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ. രജത രൂപത്തിൽ പ്രതിഭാസിച്ചത് ശുക്തിയായിരുന്നു എന്ന് പറയാണ്.
അപ്പം ഇല്ലാത്ത രജതത്തിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഉള്ള ശുക്തിയെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ആ ശുക്തിയുടെ ലക്ഷണ രൂപത്തിൽ നമ്മൾ രജതത്തെ കൊണ്ടുവന്നത്. മറ്റു പല വസ്തുക്കളും മറ്റു പല രീതിയിലാണ് ബാധിച്ചത്. ശുക്തിയായിരുന്നു രജത രൂപത്തിൽ ബാധിച്ചത്. അതുകൊണ്ട് പറഞ്ഞത് രജത രൂപത്തിൽ ബാധിച്ച വസ്തു എന്തായിരുന്നു? അത് ശുക്തിയാകുന്നു. അപ്പൊ ശുക്തി മനസ്സിലായില്ലേ? അവിടെ ഇരിക്കുന്ന രജതം വാസ്തവല്ലേ? ആ വാസ്തവ രജതത്തിലൂടെ നിങ്ങൾക്ക് വാസ്തവ ശുക്തിയെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇത് തന്നെയാണ് പരിപാടി. തഥാ യജ്ജഗത് കാരണം തദ് ബ്രഹ്മേതി കൽപ്പിതം കാരണത്വം തടസ്ഥം തദൈവ ബ്രഹ്മണോ ലക്ഷണമിതി അനവദ്യം. അവദ്യം ദുഷ്ടം ന അവദ്യമിതി അനവദ്യം നിർദുഷ്ടം എന്നർത്ഥം. തഥാ അപ്രകാരം യത് ജഗത് കാരണം, ഏതാണോ ജഗത്തിന്റെ കാരണം അതെന്തായിരിക്കും? തത് ബ്രഹ്മ, അത് ബ്രഹ്മമാകുന്നു. ഇത് കാരണത്വം, ഇപ്രകാരം കാരണത്വം എവിടെ വെച്ചു? ബ്രഹ്മത്തിൽ വെച്ചു. അതെങ്ങനെയുള്ളത്? തഥാ തദ് ബ്രഹ്മേതി കൽപ്പിതം കാരണത്വം, ആ കാരണത്വം കേവലം കൽപ്പിതമാണ്. മാത്രല്ല തടസ്ഥം, തടേ തിഷ്ഠതി തടസ്ഥ, തടേ തിഷ്ഠതി തടസ്ഥം, അതായത് സ്വരൂപത്തിലേക്ക് വരത്തില്ല ആ ലക്ഷണം. ഒരു കുലാലൻ ഘടം ഉണ്ടാക്കുന്ന സമയത്ത് ഘടത്തിൽ കയറിയിരിക്കത്തില്ല, തടത്തിൽ ഇരുന്നിട്ടുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഘടത്തിന്റെ സ്വരൂപമല്ല കുലാലൻ. മൃത്ത് ഘടത്തിന്റെ സ്വരൂപമാണ്. കാരണം ഘടത്തിൽ കയറിയിരുന്നാണ് മൃത്ത് ഇരിക്കുന്നത്. ഇതേപോലെ ജഗത് കാരണത്വം എന്നുള്ളത് സ്വരൂപത്തിൽ കയറി വരത്തില്ല. പിന്നെയോ മാറി നിന്നിട്ട് വസ്തുവിനെ കാണിച്ചു കൊടുക്കും. കുലാലിനെ കാണിച്ചിട്ട് നമ്മൾക്ക് കുലാലൻ കാരണമായിരിക്കുന്ന വസ്തു ഏതായിരിക്കും? ഘടമായിരിക്കും. ഈ രീതിയിൽ ഘടത്തിനെ കാണിക്കാം. അതുകൊണ്ട് എന്ത് പറ്റി? തടസ്ഥ ലക്ഷണമാണിത്, സ്വരൂപ ലക്ഷണമല്ല. സ്വരൂപ ലക്ഷണം എന്തായിരിക്കും? സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളതാണ്. തദേവ ബ്രഹ്മണോ ലക്ഷണമിത്തി അനവദ്യം. ഈ തടസ്ഥ രൂപത്തിലുള്ള കൽപ്പിത ജഗത് കാരണത്വമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്നുള്ളത് കൊണ്ടൊരു ദോഷവുമില്ല. സൂത്രം വ്യാധിഷ്ഠ. ഇനി നമ്മൾ സൂത്രം വ്യാഖ്യാനം നടത്താൻ പോവാണ്. ഭാഷ്യം കണ്ടോ? ജന്മ ഉത്പത്തിർ ആദിർ അസ്യേതി തദ്ഗുണ സംവിജ്ഞാനു ബഹുരൈഹി. ജന്മത്തിന് അർത്ഥം ആദ്യം പറയാണ് ഉത്പത്തി. ഈ ഉത്പത്തി ജന്മ ഉത്പത്തി, ജന്മാദി എന്ന് വേണ്ടേ? ജന്മത്തിന് അർത്ഥം കിട്ടി ഉത്പത്തി. പിന്നെന്താ വേണ്ടത്? ആദി. അപ്പോൾ ജന്മാദി എന്ന് അർത്ഥം കിട്ടും. ശരിക്കും ജന്മാദിക്ക് തന്നെ അർത്ഥം എന്തുണ്ട്? സൃഷ്ടി, സ്ഥിതി, പ്രളയ അർത്ഥമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ജന്മാദി, ജന്മ ഉത്പത്തി ആദി. ജന്മ എന്നുള്ള ഉത്പത്തി ആദിയിലിരിക്കുന്നത് യാതൊരു ജന്മസ്ഥിതി ലയങ്ങളുടേതാണോ അത് അസ്യതി, അസ്യകസ്യ ജഗത, ഏതൊരു ജഗത്തിനാണോ ഉള്ളത് അതിനെന്ത് വിളിക്കും? ജന്മാദി എന്ന് വിളിക്കും. ഇവിടുത്തെ സമാസത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹി. ബഹുവ്രീഹി സ്ഥലത്ത് അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രീഹി. സമാസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം, പദാർത്ഥം, അതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പദാർത്ഥമായിരിക്കും ബഹുവ്രീഹിയുടെ അർത്ഥം. അതുകൊണ്ട് അന്യപദാർത്ഥം വിഗ്രഹവാക്യം ഉപയോഗിക്കുന്ന സമയത്ത് പീതം അംബരം അസ്യ, ലൗകിക വിഗ്രഹവും അലൗകിക വിഗ്രഹമുണ്ട്. ഇത് ലൗകിക വിഗ്രഹമാണ്. പീതമായിരിക്കുന്ന മഞ്ഞായിരിക്കുന്ന വസ്ത്രം ഏതൊരു വിഷ്ണുവിനുണ്ടോ അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? പീതം അംബരം വസ്ത്രം യസ്യ. ഇത് തന്നെയാണ് നമ്മൾ ലൗകിക വിഗ്രഹം എന്ന് പറയാം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാണിത്. അപ്പോൾ പീതം എന്നുള്ള ശബ്ദത്തിനൊരു അർത്ഥമുണ്ട്, അംബരം എന്നുള്ള ശബ്ദത്തിനൊരു അർത്ഥമുണ്ട്. ഇത് വിഗ്രഹവാക്യത്തിലെ പദങ്ങളുടെ അർത്ഥമാണ്. വിഗ്രഹവാക്യത്തിലെ പദങ്ങളുടെ അർത്ഥത്തിൽ നിന്ന് വിലക്ഷണമായിട്ട് സമാസത്തിന്റെ പദാർത്ഥം വരുന്ന സ്ഥലമാണ് ബഹുവ്രീഹി. സമാസ സിദ്ധമായിരിക്കുന്ന അർത്ഥം. അന്യപദാർത്ഥം പ്രധാനമായിട്ടാണ് ബഹുവ്രീഹി വരിക. അപ്പോൾ പീതമോ അല്ല അംബരമോ അല്ല പീതാംബര ശബ്ദത്തിന്റെ അർത്ഥം. സമസ്ത പദമാണ് പീതാംബരം. അതിന്റെ അർത്ഥം ആരാ? വിഷ്ണുവാണ്. സമാസിക്കുന്ന സമയത്ത് എന്തായിരുന്നു? മഞ്ഞ വസ്ത്രം എന്നേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അന്യപദാർത്ഥം മഞ്ഞയും അല്ല വസ്ത്രവും അല്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഹുവ്രീഹി സ്ഥലം എന്ന് പറയുന്നത്. അവിടെ തന്നെ നമ്മൾക്ക് തദ്ഗുണ സംവിജ്ഞാനനും അതദ്ഗുണ സംവിജ്ഞാനനായിട്ട് കാണാം. അതായത് അന്യപദാർത്ഥ സ്ഥലത്ത് ഈ സമാസം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഗ്രഹവാക്യം പ്രയോഗിച്ചില്ലേ, അതിലെ പദാർത്ഥങ്ങള് വിശേഷണ രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തദ്ഗുണ സംവിജ്ഞാനാവും. ഇതിനെയാണ് തദ്ഗുണ സംവിജ്ഞാനോ ബഹുവ്രീഹി. ഇങ്ങനെ ഇല്ലെങ്കിലോ
അതത് ഗുണസംവിജ്ഞാനനായി മാറും. ടീക്ക നോക്കിന്, ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. ബഹുവ്രീഹൗ പദാർത്ഥാഃ സർവേ വാക്യാർത്ഥസ്യ അന്യപദാർത്ഥസ്യ വിശേഷണാനി. ബഹുവ്രീഹൗ സമാസേ, ബഹുവ്രീ സമാസ സ്ഥലത്ത് പദാർത്ഥാഃ സർവേ, അതായത് വിഗ്രഹവാക്യത്തിലെ പദാർത്ഥങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. വിഗ്രഹം ചെയ്യുന്ന സമയത്ത്, ലൗകിക വിഗ്രഹം ചെയ്യുന്ന സമയത്ത് ആ പദങ്ങളുടെ അർത്ഥങ്ങൾ ഉണ്ടല്ലോ, ആ പദാർത്ഥങ്ങളെല്ലാം തന്നെ വാക്യാർത്ഥസ്യ, ഏത് വാക്യാർത്ഥം? വിഗ്രഹം ചെയ്തിട്ട് അത് വിഗ്രഹ സമയത്ത് അത് വാക്യമാണ്, അതിന്റെ അർത്ഥം ശരിക്ക് സമാസ സ്ഥലത്ത് പദാർത്ഥമായി മാറും. അപ്പോൾ വാക്യാർത്ഥസ്യ കസ്യ അന്യപദാർത്ഥസ്യ, വാക്യാർത്ഥം അന്യപദാർത്ഥമാണ്. അതായത് വാക്യം എന്ന് പറയുന്ന സമയത്ത് ഒറ്റ പദം പോരാലോ, പദങ്ങളുടെ കൂട്ടമല്ലേ വാക്യം. അത് സമാസം നടത്തുന്ന സമയത്ത് നമുക്ക് പദങ്ങളുടെ കൂട്ടം കിട്ടിയില്ലേ, അതല്ലേ വാക്യം. ആ വാക്യത്തിന്റെ അർത്ഥം ആരായിരിക്കും? സമസ്ത പദത്തിന്റെ അർത്ഥമായിരിക്കും. സമസ്തം പദമാണ്, സമസ്തം വാക്യമല്ല. പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടല്ലേ, സമസനം സമാസഹ എന്നല്ലേ പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് സമാസം ഉണ്ടാക്കുന്നു. അവിടെ അത് പദാർത്ഥമായിട്ടേ വരത്തുള്ളൂ, ഏത് പദത്തിന്റെ അർത്ഥം, അതല്ലാതെ വാക്യാർത്ഥമല്ല. പക്ഷേ സമാസത്തിന്റെ വ്യുത്പത്തി സമയത്ത്, വിഗ്രഹം ചെയ്യുന്ന സമയത്ത് അത് വാക്യാർത്ഥമാണത്. വാക്യാർത്ഥം തന്നെ അന്യ പദാർത്ഥമാണത്. ആ അന്യപദാർത്ഥത്തിന്റെ വിശേഷണങ്ങളായിരിക്കും ആര്? പദാർത്ഥങ്ങളെല്ലാം. എവിടെ? വാക്യം എടുക്കുന്ന സമയത്തുള്ള ഓരോരോ പദത്തിന്റെ അർത്ഥങ്ങള് എന്ന് പറഞ്ഞാല്, വിഗ്രഹവാക്യ സ്ഥലത്തുള്ള പദങ്ങളുടെ അർത്ഥങ്ങള് സമസ്ത പദാർത്ഥത്തിന്റെ വിശേഷണങ്ങളായിട്ടിരിക്കുന്നു. യഥാ, അതിന് ദൃഷ്ടാന്തം കാണിച്ചു തരാം. ചിത്രകൂർ ദേവദത്തസ്യ ചിത്രാഗാവഹ തദ്വദത്രാപി. ചിത്രാഹ ഗൗ ഗാവോ ഗാവഹ. ചിത്ര എന്ന് പറയുന്ന അർത്ഥം പല വർണ്ണങ്ങളുള്ള എന്നർത്ഥം. ചിത്രങ്ങൾ, പല വർണ്ണങ്ങളുള്ള ഗോക്കൾ യാതൊരു ദേവദത്തൻ്റെതാണോ ആ ദേവദത്തനാണ് ചിത്രഗുഹു. അതിന്റെ ഷഷ്ടിയാണ് ഇവിടെ ചിത്രഗോർ ദേവദത്തസ്യ. ചിത്രഗു ചിത്രമാണ്, ഗോ ആണോ? ദേവദത്തനാണ്. ദേവദത്തനാണ് ചിത്രഗു. അപ്പൊ ആ ദേവദത്തന്റെ വിശേഷണങ്ങളായിട്ടാണ് ആരിരിക്കുന്നത്? ചിത്ര എന്നുള്ളതും ഗാവഹ എന്നുള്ളതും. ചിത്രഗോർ ദേവദത്തസ്യ ചിത്രാഹ ഗാവഹ വിശേഷണാഹ എന്ന് കൂട്ടിച്ചേർത്തോളൂ. ഇതെപ്പോഴേ പറ്റത്തുള്ളൂ. ഇത് എപ്പോഴെങ്കിലും കയറിയിട്ട് ചിത്രഗു എന്ന് വിളിച്ചാൽ നടക്കത്തില്ല. അവന് ചിത്രഗോക്കൾ ഉണ്ടായിരിക്കണം. ചിത്രഗോക്കൾ ഉള്ളത് കൊണ്ട് അവന്റെ വിശേഷണങ്ങളായിട്ട് ചിത്രയും ഗോക്കളും മാറും. ഇതേപോലെ തന്നെ ജന്മാദീതി നമുസ്സക ഏകവചന ദ്യോതിതസ്യ സമാഹാരസ്യ ജന്മസ്ഥിതി ഭംഗസ്യ ജന്മവിശേഷണം. ജന്മാദി എന്നുള്ളതൊരു നപുംസക ലിംഗ പദമാണിത്. ജന്മാദീതി മാത്രല്ല, ഏകവചനമല്ലേ ജന്മാദീതി നപുംസക ഏകവചനത്താൽ ദ്യോതിതമായിരിക്കുന്നത് എന്തുണ്ട്? സമാഹാരമുണ്ട്. അതാണ്ടല്ലേ സമസ്ത പദമല്ലേ അത്. ജന്മ ആദിയിലിരിക്കുന്നത് യാതൊരു ജന്മസ്ഥിതി ലയങ്ങളുടേതാണോ ആ ജന്മസ്ഥിതി ലയങ്ങളിൽ ജന്മമുണ്ട്, സ്ഥിതിയുണ്ട്, ലയമുണ്ട്. സമാഹാരമല്ലേ. സമാഹാരം എന്ന് പറഞ്ഞ കൂട്ടം. ആ കൂട്ടത്തെ ബോധിപ്പിക്കാനാണ് ഇത് പദം വന്നത്, ജന്മാദി എന്നുള്ള പദം വന്നത്. അപ്പൊ ജന്മാദി എന്നുള്ള നമുസ്സക ഏകവചന പദവും ആരെയാ ബോധിപ്പിക്കുന്നത്? സമാഹാരത്തെ ബോധിപ്പിക്കുന്നത്. ഏതാ സമാഹാരം? ജന്മസ്ഥിതി പ്രളയം. സമാഹാരത്തെയാണ് വിശദീകരിച്ചത് ജന്മസ്ഥിതി ഭംഗസ്യ. അതിന്റെ വിശേഷണമാണെന്ത്? ജന്മ. അന്യപദാർത്ഥമായിരിക്കുന്ന ജന്മസ്ഥിതി ഭംഗങ്ങൾക്ക് വിശേഷണ രൂപത്തിലായിരിക്കുന്നുണ്ട്, ജന്മം ഇരിക്കുന്നുണ്ട്. സ്വാമിജി, സമാഹാരത്തെ ദ്യോതിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സമാഹാരസ്യല്ല, അതാണ് ആ സമാഹാരം എന്ന് പറഞ്ഞാല് അവിടുത്തെ പദാർത്ഥം സമാഹാരമാണ്. സമാഹാരം എന്ന് പറഞ്ഞ കൂട്ടം, ജന്മവും സ്ഥിതിയും ലയവും ചേർന്നിരിക്കുന്ന അർത്ഥമാണ് സമസ്ത പദത്തിന്റെ അർത്ഥം. അതിനെയാണ് ജന്മാദി എന്നുള്ള പദം ദ്യോതിപ്പിക്കുന്നത്. കാരണം ജന്മാദി എന്നുള്ള പദം തന്നെ ഒരു ബഹുവ്രീഹി പദമാണ്. എങ്ങനെയാ വന്നത്? ജന്മം ആദിയിലുള്ളത് യാതൊരു ജന്മസ്ഥിതി ലയങ്ങളുടേതാണോ ആ ജന്മസ്ഥിതി ലയങ്ങളായിരിക്കുന്ന സമാഹാരത്തെയാണ് ആര് പറയുന്നത്? ജന്മാദി എന്നുള്ള പദം തന്നെ പറയുന്നത്. ജന്മാദി എന്നുള്ള പദം സമസ്ത പദമാണ്. നമുസ്തക ഏകലിംഗമാണ്, ഏകവചനമാണ്. പുസ്തക ലിംഗ ഏകവചനമായിരിക്കുന്ന പദമാണത്. അതിൽ നിന്ന് ഏതർത്ഥമാണ് കിട്ടുന്നത്? ജന്മസ്ഥിതി ഭംഗം എന്നുള്ള സമാഹാരാർത്ഥമാണ് കിട്ടുന്നത്. ആ സമാഹാരാർത്ഥത്തെ ആരാ ദ്യോതിപ്പിച്ചത്? ജന്മാദി എന്നുള്ള പദം. ജന്മാദി എന്ന പദം കൊണ്ടാണ്. തഥാച ജന്മനഃ സമാസാർത്ഥ ഏകദേശസ്യ. ഇനി നോക്കിക്കോ,
ജന്മം എന്നുള്ളത് സമാസാർത്ഥം എന്താണ്? ജന്മസ്ഥിതി ഭംഗം. അതിന്റെ ഏകദേശമല്ലേ ജന്മ? ആ ജന്മം ഗുണത്വേന സംവിജ്ഞാനം, ഗുണരൂപത്തിൽ വിശേഷണ രൂപത്തിൽ വിജ്ഞാനത്തിന്റെ ഭാഗമാവുന്നില്ലേ? ജന്മാദി എന്നുള്ള സ്ഥലത്ത് ജന്മ നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ ഭാഗമാവുന്നില്ലേ? ആണ്. എങ്ങനെ? ഗുണരൂപത്തിൽ എന്ന് പറഞ്ഞാൽ വിശേഷണ രൂപത്തിൽ. അതെന്തുകൊണ്ട് വിശേഷണ രൂപം വന്നത്? വാക്യ ആയിട്ട് വന്നല്ലേ? ഇവിടെ നമ്മൾ ലൗകിക വാക്യം ഉണ്ടാക്കിയ സമയത്ത് അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം തന്നെ അന്യപദാർത്ഥത്തിന്റെ വിശേഷണങ്ങളായിട്ട് ബാധിക്കുന്നു പറഞ്ഞില്ലേ തദ്ഗുണ സംവിജ്ഞാന സ്ഥലത്ത്? അതിനാണ് വിശദീകരിച്ചത്. അന്യപദാർത്ഥമായിരിക്കുന്ന സമാഹാരത്തില് വിശേഷണ രൂപത്തിൽ ജന്മം ഭാസിക്കുന്നത് കൊണ്ട് എന്തായി മാറി? തദ്ഗുണ സംവിജ്ഞാന രൂപമായി ഈ ബഹുവ്രീഹി സ്വരൂപം. സംവിജ്ഞാനം യസ്മിൻ ബഹുവ്രീഹോ, യാതൊരു ബഹുവ്രീഹിയിലാണോ ഉള്ളത്? സഹ ബഹുവ്രീഹി തദ്ഗുണ സംവിജ്ഞാന ഇത്യർത്ഥ. അതിനെയാണ് തദ്ഗുണ സംവിജ്ഞാന ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഇപ്രകാരം ഇല്ലെങ്കിൽ അതദ്ഗുണ സംവിജ്ഞാനം കിട്ടും കേട്ടോ. തത്ര ജന്മകാരണം തദ് ബ്രഹ്മേതി ബ്രഹ്മത്വ വിധാനം അയുക്തം സ്ഥിതിലയ കാരണാത് ഭിന്നത്വേന ജ്ഞാതേ ബ്രഹ്മത്വസ്യ ജ്ഞാതും അശക്യത്വാത്. നമ്മൾ 2-3 ദിവസം മുന്നേ ബൃഹവൃദ്ധൗ എന്നുള്ള ധാതുവിനെ നിരൂപണം നടത്തിയിട്ട് ബ്രഹ്മശബ്ദ വ്യുത്പത്തി നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മ സകല ജഗത്തിന്റെ കാരണമായിരിക്കണം, സകല ജഗത് സ്വരൂപവുമായിരിക്കണം, അല്ലെങ്കിൽ മഹത്വം എന്നുള്ള അർത്ഥം ആയിരിക്കുന്ന ബ്രഹ്മത്വം സിദ്ധിക്കാതെ പോകും. അതിന് നല്ല ഡീറ്റെയിൽ നമ്മൾ ടീക്കയിൽ കൊടുത്തതാണ്. അതിന്റെ ഉപകാരം എപ്പോഴാണ് വരിക? ഇത്ര ആലോചിച്ചിട്ടാണ് ടീകാകാരൻ അവിടെ സ്പഷ്ടീകരണം കൊടുത്തത്. അതിനെയാണ് ഇനി പറയുന്നത്. യത് ജന്മകാരണം തദ് ബ്രഹ്മേതി ബ്രഹ്മത്വ വിധാനമയുക്തം. ഏതാണോ ജഗത്തിന്റെ ജന്മകാരണം അത് ബ്രഹ്മമാണെന്ന് നിങ്ങൾ ബ്രഹ്മത്വത്തിനെ ലക്ഷണ വിധാനം ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടാ? സ്ഥിതി ലയ കാരണാത് ഭിന്നത്വേന ജ്ഞാതേ. സ്ഥിതി കാരണത്വം ലയകാരണത്വം ഭിന്നമായിട്ട് കേവലം ജന്മകാരണത്വേന ജ്ഞാതമായിരിക്കുന്ന വസ്തുവില് ബ്രഹ്മത്വം സിദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? സ്ഥിതി കാരണത്വവും ലയകാരണത്വവും വേറെ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഒറ്റ കാരണത്വം മാത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മസ്വരൂപമാകത്തില്ല. കാരണം അതിൽ വിലക്ഷണമായിട്ടൊരു വസ്തു സിദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മ സർവ്വവ്യാപകനാണെന്നുള്ള അർത്ഥം സിദ്ധിക്കാതെ പോകും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മവസ്തു തന്നെ സിദ്ധിക്കാതെ പോകും. ബ്രഹ്മത്വസ്യ ജ്ഞാതമശക്യത്വാ അതോ ജന്മസ്ഥിതി ഭംഗേർ നിരൂപിതാനി ത്രീണി കാരണത്വാനി മിലിതാന്യേവ ലക്ഷണമിതി മത്വ സൂത്രേ സമാഹാരോ ദ്യോതിതി ധ്യേയം. സൂത്രസ്ഥലത്ത് പോലും സമാഹാരം ദ്യോതിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളണം. എന്തൊക്കെയാണത്? അതുകൊണ്ട് ജന്മസ്ഥിതി ഭംഗേർ നിരൂപിതാനി ത്രീണി കാരണത്വാനി, ജന്മകാരണത്വം, സ്ഥിതികാരണത്വം, ലയകാരണത്വം. ഇപ്രകാരം ജന്മത്താലും സ്ഥിതിയാലും ലയത്താലും ഉണ്ടാക്കപ്പെടുന്ന 3 കാരണത്വങ്ങൾ വെവ്വേറെയുണ്ട്. ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് വേണം 3 കാരണത്വവും എവിടെ വെക്കണം? ബ്രഹ്മത്തിൽ വെക്കണം. ത്രീണി കാരണത്വാനി മിലിതാനി, 3 കാരണത്വങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് ഏവ ലക്ഷണമിതി, ഒന്നിച്ചു ചേർന്ന ലക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് മത്വ എന്ന് മനസ്സിലാക്കിയിട്ട് സൂത്രേ സമാഹാര ദ്യോതിതേ. സൂത്രത്തിൽ എവിടെ സമാഹാരം ദ്യോതിക്കപ്പെട്ടിരിക്കുന്നത്? ജന്മാദി ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ജന്മാദി ഇത് തലേ കയറത്തില്ല ആൾക്കാർക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ കല്ലിൽ നിന്ന് ചെരിഞ്ഞ് അമ്പലത്തിൽ പോയി എങ്ങനെ നിൽക്കേണ്ടത്? ഷേട്ടയച്ച് ദൂരെ കളിയാ. ठीक ഇല്ലെങ്കിൽ റേസല്ലേ കല്ലിൽ നിന്ന് വരുന്നത്. അതും കേട്ട് മരമണ്ടന്മാരുടെ തലയിൽ കയറുന്ന സാധനം അല്ലത്. ठीक ചളിത്തലകൾക്ക് ദൂരത്ത് നിൽക്കാം. അതായത് നമ്മൾ കല്ലിലെ പരമാത്മാവുണ്ടെന്നും അവന്റെ ചൈതന്യം സൈഡ് കയറി വരുമെന്നും അതിന് ഉടുപ്പഴിച്ചു. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ എന്ത് ചെയ്യും? മൊത്തം അയച്ചു വെക്കണം എന്ന് പറയാത്ത ഭാഗ്യം. ഇനി അങ്ങനെയും പറഞ്ഞേനെ. ठीक അതിനെ ചോദിച്ചാലോ? ചോദ്യം ചെയ്യുന്നവന്റെ തലയിൽ കയറണം. ആഹാ അങ്ങനെയോ? ഞങ്ങളെ മതം, നിങ്ങളെ മതം എവിടെയാണോ കല്ല് കൊണ്ടിച്ച് കെട്ടിയത്? ठीक മതമൊന്നല്ല, ജീവിക്കാനുള്ള അത്രപ്പാടിൽ മതത്തെ കൂട്ടുപിടിക്കുന്നത് മാത്രം. അത്രയല്ലേ ഉള്ളൂ. മറ്റുള്ളവനെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. അവൻ കേറി മുടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ ജന്മാദി എന്നുള്ള സൂത്രത്തിലെ ഏത് സമാഹാരം അത് തന്നെയാണ് എന്തിനെ യോജിപ്പിക്കുന്നത്? ഇവിടെ 3 കാരണത്വത്തെ ബ്രഹ്മത്തിൽ വെക്കണം എന്നുള്ളത്. ഇനി ആ വിഷയം കഴിഞ്ഞു. നനു ആദിത്വം ജന്മന കഥം ജ്ഞാതവ്യം സംസാരസ്യ അനാദിത്വാത്.
ആദിത്വം ജന്മനഹ എന്നാണ് വേണ്ടത്, ആദിത്വം ജഗതഹ എന്ന് വേണം വേണ്ടത്. ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യമല്ലേ? തുടക്കത്തിലെ ജന്മം, നടുക്കത്തെ ജന്മം, ഒടുക്കത്തെ ജന്മം എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്? ഇത്രയും വരേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക്. കാരണം ഒരു ജന്മം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ജന്മനങ്ങളുടെ ആദിത്വം എന്നുള്ള പ്രസംഗം വരത്തില്ല. ഇതിങ്ങനെ വരാൻ കാരണം പല ജഗത്ത് എന്ന് പറഞ്ഞാല് ഭാഗവത് പറഞ്ഞ പോലെ അതല്ല കേട്ടോ. അതായത് എവിടത്തെ കൃഷ്ണ എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ ഇല്ലേ. ഭാഗവതോ എവിടെയാ, ദേവി ഭാഗവതോ മറ്റോ ചോദിക്കുന്നുണ്ടോ അല്ലേ? എവിടത്തെ കൃഷ്ണേട്ടനാ ഇന്ന് ഭൂമിയിലോ അങ്ങനെ വന്നു. ഇത്രയും പ്രശ്നം ഉണ്ടാക്കത്തില്ല. ആകെ ഒറ്റ ജഗത്തിൽ തന്നെ ബുദ്ധിമുട്ടിരിക്കുക. അന്നേരമാണ് വേറെ ജഗത്ത്. ഈ ഇതാണ് മോഡേൺ സയൻസും പറയുന്നില്ലേ, ഇവിടെ ഇപ്പോൾ സ്പേസ് എന്ന് പറയുന്ന സാധനം ഇല്ലെന്നല്ലേ പറയുന്നത്. സ്പേസ് കാലിയായിരിക്കുന്ന ഒരു സ്ഥലം ഇല്ല. അവിടെയും വസ്തുക്കളുണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ. നമ്മളിപ്പോൾ ഒരു പദാർത്ഥം എടുത്താൽ പോലും അതിന്റെ ആ ടോസ് ആയിരിക്കുന്ന ഭാഗം എത്ര ഉണ്ടാവും? സിംഗിൾ പെർസെന്റല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം കാലി തന്നെയല്ലേ. അപ്പൊ ഈ കാലിയായിരിക്കുന്ന ജഗത്തിലും കാലിയല്ലെന്നല്ലേ പറയുന്നത്. മൊത്തം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഏത് നിങ്ങളുടെ തിയറി തന്നെ മാറിപ്പോയത്. കർവേച്ചർ ഇഫക്റ്റ് വരണമെങ്കിൽ സ്പേസ് കാലിയായിരിക്കും സ്ഥലമാവാൻ പാടില്ല. അപ്പോൾ എവിടെ എത്തി സംഭവം? അപ്പോൾ ഈ കാണുന്ന ജഗത്തിന് എന്ത് പറ്റും? ഇടയ്ക്ക് ഇങ്ങനെ പ്രളയം പ്രാപിക്കും, പിന്നെയും തിരിച്ചു വരും, പിന്നെയും പ്രളയത്തിൽ പോകും, പിന്നെയും തിരിച്ചു വരും അല്ലേ? അപ്പൊ ഉത്പത്തിയും ലയവും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതാണ് നിങ്ങളെ വേദാന്ത സിദ്ധാന്തവും. പക്ഷേ മീമാംസകന്മാർക്ക് ഇത് ഇഷ്ടമല്ല. അതായത് പൂർവ്വമീമാംസകന്മാർ മാനിക്കുന്നത് ജഗത്ത് നിത്യമാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വമീമാംസ സിദ്ധാന്തത്തിൽ ഒരു ഈശ്വരനില്ല. എന്നിട്ടും പൂർവ്വമീമാംസ ആസ്തിക ഗ്രന്ഥമായത് എന്തുകൊണ്ടാ? വേദത്തെ മാനിക്കുന്നത്. അത്രയേ ഉള്ളൂ. ശരിയേ? വേദത്തെ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആസ്തികമാവുന്നത്, അല്ലാതെ ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ടല്ല. നിങ്ങൾ പലരെ പ്രഭാഷകന്മാരെയും കാണാം ഏത് ഈശ്വരനെ മാനിക്കുക അല്ല, ഈശ്വരനെ മാനിക്കുന്നത് കൊണ്ടൊന്നല്ല. സാങ്കേത്തിൽ മുഖ്യ സാങ്കേതിക സിദ്ധാന്തത്തിൽ ഈശ്വരൻ ഇല്ല. എന്നിട്ടും എന്തെല്ലാം നാസ്തികരല്ല, ആസ്തികരായിട്ട് തന്നെയായിരിക്കുന്നത്. അന്നപ്പോൾ ജഗത്തിനെ സൃഷ്ടിക്കാനായിട്ട് ഒരു ഈശ്വരന്റെ ആവശ്യമില്ല. കാരണം ജഗത്ത് നിത്യമാണ്. അവിടെയാണ് ചോദിക്കുന്നത് ആദിത്വം ജന്മനഃ കഥം ജ്ഞാതവ്യം. ജന്മത്തിന്റെ ആദിത്വം എന്ന് പറയാൻ പല ജന്മങ്ങളിലെ എവിടെന്നെങ്കിലും ഒരു ജന്മം ഇതിന് തുടങ്ങിയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്തുകൊണ്ടാ? സംസാരസ്യ അനാദിത്വാത്. സംസാരം അനാദിയായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ആദിത്യം ജഗത കഥം ജ്ഞാതവ്യം എന്നായിരുന്നു കുറച്ചുകൂടി നല്ലത്. പ്രിന്റ് മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. ജഗത്തിന്റെ ആദിത്യം എങ്ങനെ മനസ്സിലാക്കും? കാരണം സംസാര അനാദിയാണല്ലോ. സംസാര അനാദിയായിരിക്കുമ്പോൾ സംസാരത്തിന്റെ ആദി എവിടുന്ന് കയറി വരും എന്നാണ് ചോദ്യം. ഇവിടെ ഒരു വല്യച്ഛനെ അങ്ങേര് ഗാർഹസ്ഥ്യത്തിൽ നിന്ന് സന്യസിച്ചതാണ്. അങ്ങനെ എന്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവനാണ് പിടിച്ചോണ്ട് വന്നത്. ഇങ്ങനെ എനിക്കറിയാം, ഇപ്പൊ ഇടയ്ക്ക് ക്ലാസ്സിൽ വന്നിരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് ഉത്തരം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വേറെ പ്രശ്നമുണ്ട് ഇതില്ല. എന്താണെന്ന് പറഞ്ഞാല് അങ്ങനെ ചോദിക്കുന്നത് ഈ ഗൃഹസ്ഥാശ്രമം വിട്ടു വന്നുകൊണ്ട് പാപം ഉണ്ടാവുമോ? അതായത് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, പിന്നെ ലോഡ് കണക്കിന് പാവണ്ട, പിന്നെ അങ്ങയുടെ മക്കളെയും അവരൊക്കെ നാട്ടുകാർ നോക്കും. അടുത്ത ജന്മത്തിലാണ് ഇതിന്റെ പണി കിട്ടാൻ പോകുന്നത്. ഒരു ജന്മം പണി നിങ്ങൾ തന്നെ പേടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് സാധാരണ അല്ലേ? എല്ലാ മനുഷ്യന്മാരും കാലങ്ങളായിട്ട് വരുന്ന ജീവിതത്തിൽ ഗാർഹസ്ഥ്യത്തിൽ എത്തിയിട്ടായിരിക്കുമല്ലോ നെക്സ്റ്റ് ഇങ്ങോട്ട് കയറി വരുന്നത് അല്ലേ? അന്നപ്പോൾ അതിന്റെ പകർച്ച ആ വീട്ടുകാരെയും മക്കളെ ആര് നോക്കി? അവരുടെ മനപ്രയാസം ആര് കണ്ടു? എന്തായാലും കിട്ടണ്ട. അപ്പൊ എന്താന്ന് പറഞ്ഞാലേ ഈ സന്യാസി ആയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു പോടുമാനെ, ഇത് ജ്ഞാനിയുടെ കാര്യത്തിൽ അന്വയിക്കുന്നത് സന്യാസി അന്വയിക്കാതെ അജ്ഞാനിയായിരിക്കും സന്യാസിക്ക് ചെയ്തെല്ലാം കിട്ടും, കിട്ടാതിരിക്കത്തില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ വിട്ടു കളഞ്ഞു. കാരണം അടുത്ത് ഇങ്ങേരുണ്ട്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരെത്തിക്കഴിഞ്ഞാലും ആശ്രമത്തിലെ വ്യവസ്ഥയിൽ നിന്നോളണം. എന്റെ അപ്പനുണ്ടാക്കിയ സ്ഥലമൊന്നുമില്ലല്ലോ ഇത്, ഇതുണ്ടാക്കിയ വേറെ ആള്. അങ്ങേർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട് സ്ഥാപനം നടത്താനുള്ളത് ആ വ്യവസ്ഥയിൽ ഇരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ആശ്രമത്തിൽ ഒരു ജോലിയും ചെയ്യാതെ അത് നോക്കണം. ഇങ്ങേര് ഇവിടത്തെ ഒരു ജോലിക്കും വരത്തില്ല. അങ്ങേരാണ് ചോദിക്കുന്നത് എനിക്ക് അവിടെ വിട്ടു വന്നതിന്റെ പേരിൽ പാപമുണ്ടോ എന്ന്. മനസ്സിലായിട്ട്? അതായത് അങ്ങേരുടെ ആ ഗാർഹസ്ഥ്യ ബുദ്ധി താഴെ വെക്കാൻ അങ്ങേര് തയ്യാറേ ആയിട്ടില്ല അവരുടെ. മനസ്സിലായോ? അടുത്ത ജന്മത്തിൽ അത് കിട്ടും എന്നുള്ളൊരു സങ്കല്പമാണല്ലോ. അപ്പൊ ആ സങ്കല്പം ഇല്ലാണ്ടായ ജഗത്ത് മൊത്ത സങ്കല്പമല്ലേ? അതെ.
അപ്പൊ അതൊരു സങ്കല്പമല്ലേ? ആ സങ്കല്പം ഇല്ലാണ്ടായ പിന്നെ കുഴപ്പം. സങ്കല്പം എന്നാണ് ഇതിന് പറയുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്താ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ഇത് സങ്കല്പമാണോ? നോക്കുകയാണെങ്കിൽ സങ്കല്പം തന്നെയാണ്, കല്പിതമാണ്. കല്പിതമാണ്. ഈ ജഗത്ത് മൊത്തം കല്പിതല്ലേ? കല്പിത ലോകത്തിരുന്നാ സംസാരിക്കുന്നുള്ളൂ. ഈ വാസ്തവത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പൊ അവിടെ ഇനിയിപ്പോ എക്സ്ട്രാ കല്പിതല്ലേം ചോദ്യം വരാൻ പാടില്ല. ടീക്കേ, ഇത് കല്പിതമല്ലേ? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മൊത്തം കല്പിതല്ലേ? നമ്മുടെ പ്രാരബ്ധം അടുത്ത ജന്മത്തിലേക്ക് കയറി വരൂല. അതായത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ പ്രത്യേകിച്ചും ഈ നാടുകളിൽ ഭാഗവതക്കാരൊക്കെ വെച്ച് അടിക്കുന്ന അടി ഒരു മയം ഉണ്ടാകത്തില്ല. സ്റ്റേജിൽ ഇരുന്നിട്ട് സന്യാസിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഞങ്ങളാണ് ഇതിന്റെ ഉടയാന്മാർ എന്നുള്ള രീതിയിൽ അടിച്ചു കളയും. പ്രശ്നം എന്താ പറഞ്ഞാല്, ജ്ഞാനിയുടെ കാര്യത്തിൽ പറയുന്നില്ലേ, പരേ ബ്രഹ്മണി യസ്സിൽ പരേ ബ്രഹ്മണി യസ്സിൽ ഈനഹ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. ടീക്കേ, അവിടെ പറയുന്ന 7 പീഡി നന്നാവും എന്നൊക്കെ പറയുന്നതേ, അതൊന്നും സന്യാസിയിലേക്ക് അന്വേഷിക്കരുത്. അത് ജ്ഞാനിയിലേക്കുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം നമ്മളെ കർമ്മങ്ങളിൽ. അല്ലാതെ സന്യാസിക്കുമ്പോഴേക്കും ഞങ്ങളെല്ലാം മുക്തന്മാരായി, ഇനിയൊന്നും ചെയ്യാനില്ല. ഞാൻ അങ്ങനെ പലരെയും കേട്ടിട്ടുണ്ട്, മലയാളികൾ തന്നെ, ആണും പെണ്ണുമായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അല്ല മക്കളെ, ബ്രഹ്മാകാര വൃത്തി വരുന്നത് വരെ എല്ലാം അനുഭവിക്കേണ്ടി വരും. ഞാനും ആരും ആണെങ്കിലും കർമ്മത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പം പണി കിട്ടി ചോദിച്ചാൽ മതി. അല്ലാതെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ല നിങ്ങൾ ഈ നാളെ ജ്ഞാനിയാവെന്ന് പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ബേസിക് ഇതാണ്. ഇങ്ങേര് ഇതുവരെ ഇങ്ങേരുടെ ആ ഗൃഹസ്ഥ ബുദ്ധി താഴെ വെക്കാതെയാണ്. അങ്ങേർക്ക് എല്ലായിടത്തും സേഫ്റ്റി വേണം. ആ കർമ്മം എനിക്ക് അനുഭവിക്കാൻ പാടില്ല. ഇവിടെ ഒരു കർമ്മം ഒട്ടും ചെയ്യത്തില്ല. വ്യവസ്ഥയിൽ ഫുഡ് അടിച്ച് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങേരുടെ ചോദ്യം. അതിന് വേറെ ആളാക്കണമെന്ന് പറയാൻ. നമ്മളിവിടെ പാപ്പടം വെൽക്കേ രേഖ ഏ മജാമേ ജിയേഗ ക്യാ. നിങ്ങൾ ഭാഷ്യം കണ്ടോ? ഇനി ശരിക്കും ഈ ഭാഷ്യം തുടങ്ങേണ്ടത് ജന്മനശ്ച എന്നാ. പക്ഷെ നമ്മൾ ഒരു പങ്ക്തി വിട്ടുപോയിട്ടുണ്ട്. അതാദ്യം നോക്കിയോ. ജന്മസ്ഥിതി ഭംഗം സമാസാർത്ഥ. സമാസം എവിടെയാ? ജന്മാദി എന്നുള്ളത് തന്നെ സമാസമാണ്. അതിന്റെ അർത്ഥം എന്താ? ജന്മസ്ഥിതി ഭംഗം. സമാഹാരമായിരിക്കുന്ന ജന്മസ്ഥിതി ഭംഗമാണ് സമസ്ത പദത്തിന്റെ അർത്ഥം. സമാസാർത്ഥ എന്നുള്ള സമസ്ത പദത്തിന്റെ അർത്ഥം എന്നാണ്. സമാസം ചെയ്തു കഴിഞ്ഞാൽ പദം സമസ്തമാവും. സമസ്തമായിരിക്കുന്ന പദം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? സമാസം പറയണം. അതിനെയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത് തന്നെ. വ്യാഖ്യാനം പഞ്ചലക്ഷണം എന്നുള്ള സമയത്ത് പദച്ഛേദം, പദാർത്ഥോക്തി, വാക്യാർത്ഥ, വാക്യയോജന, ആക്ഷേപ, സമാധാനം. ഇനി അടുത്തത് ജന്മനശ്ച ആദിത്വം. ഇതെന്താണെന്നോ? ജന്മനശ്ച ആദിത്വം എന്നുള്ളത് ജന്മശബ്ദം എന്തുകൊണ്ട് തുടക്കത്തിൽ വന്നു എന്നുള്ള അർത്ഥത്തിലാട്ടോ. അല്ലാതെ ജന്മത്തിന്റെ ആദ്യം എന്നുള്ള അർത്ഥത്തിലല്ലത്. ജന്മസ്ഥിതി ലയങ്ങളിൽ എന്തിനാണ് ജന്മം ആദ്യം വെച്ചത്? ലയം വെച്ചിട്ട്. ഇത് ജഗത്തിന്റെ ജന്മമാണ് ആദ്യം ഉണ്ടായത്, സ്ഥിതിയാണ് ആദ്യം ഉണ്ടായത്? പറ, ആർക്കാണ് ബുദ്ധിയില്ല നോക്കട്ടെ. ജഗത്തിന്റെ ജന്മമാണ് ആദ്യം ഉണ്ടായത്, സ്ഥിതിയാണ് ആദ്യം ഉണ്ടായത്? ജഗത്തെ ഉണ്ടായിട്ടില്ല, എന്നിട്ട് വേണ്ട ആദ്യം. ആദ്യം തന്നെ ജഗത്ത്. കയറിലെ സർപ്പം, ടീക്കേ, ഇല്ലാത്ത സർപ്പം നഷ്ടപ്പെട്ടതാണോ ആദ്യം, ഉണ്ടായതാണോ ആദ്യം? പക്ഷേ വ്യവഹരിക്കുന്നേരം വേറെ മാർഗമില്ല. അതുകൊണ്ട് അങ്ങനെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ശ്രുതിയും അങ്ങനെ തുടങ്ങിയത്. ഇല്ലാതെ ആദ്യം തന്നെ കയറിയിട്ട് വായിൽ വെടിവെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഏത്? ഇല്ല ജഗത്തില് അല്ല. മാനിച്ചും കൊണ്ട് മുന്നേറുകയാണ്. മാനിച്ചും കൊണ്ട് പറയുന്ന ആൾക്കാർക്ക് അറിയായിട്ടല്ല ഇത് ഇല്ലെന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് കൽപ്പനയല്ലേ, ഇത് പ്രാരബ്ധമല്ലേ എന്ന് ചോദിക്കരുത്. കാരണം ഇതെല്ലാം പ്രാരബ്ധ അധിഷ്ഠിതമായിട്ടും കൽപ്പനാധിഷ്ഠിതമായിട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ചിന്തിക്കും നിങ്ങൾ. എന്താ പറയുക, വേണ്ട സ്ഥലത്ത് ചിന്തിക്കാതെ വേണ്ട സ്ഥലത്ത് ചിന്തിക്കുമ്പോൾ നഷ്ടമുണ്ട്. ഡ്രെയിനേജ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് വെച്ച് കഴിഞ്ഞാലും അത് പ്രാരബ്ധല്ലേ, ഇവിടെ പ്രാരബ്ധല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീക്കേ, അതിനെ ഇടയ്ക്ക് ഇവനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജന്മനശ്ച ആദിത്വം ശ്രുതി നിർദ്ദേശാപേക്ഷം വസ്തുവൃത്താപേക്ഷം ച. എന്നപ്പോ ടീക്കയ്ക്ക് അനുസരിച്ച് എന്ത് കിട്ടും? ആദിത്വം ജന്മനഃ കഥം. ജന്മം, ഈ ജന്മാദ്യസ എന്നുള്ള സ്ഥലത്ത് ജന്മം ആദിയിലായത് എന്തുകൊണ്ട്? അപ്പൊ പങ്ക്തി കറക്റ്റാ, അല്ലെങ്കിൽ പങ്ക്തി വരാൻ പാടില്ലായിരുന്നു. ജഗതഹ എന്ന് വേണ്ടത്. അതിന്റെ അർത്ഥം ഈ ജന്മസ്ഥിതി ലയങ്ങളിൽ ജന്മം ആദിയിലാക്കി പറയാൻ കാരണം എന്താണ്? തുടക്കത്തിൽ ജന്മം പറയാൻ കാരണം എന്താണ്? അതിനാണ് ഉത്തരം പറയുന്നത് ശ്രുതി നിർദ്ദേശാപേക്ഷം. ശ്രുതിയിൽ പറയുന്നതും യഥോവ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി എന്ന് പറഞ്ഞ സ്ഥിതികാലം, യത് പ്രയന്തി നാശകാലം, അഭിസംവിശന്തി ഏകതത്വ പ്രാപിക്കുന്നുവോ. അപ്പോൾ തുടക്കം ശ്രുതിയിലും ജന്മമായിരുന്നു. ശ്രുതി നിർദ്ദേശത്തിനെ അപേക്ഷിച്ചിട്ടോ അത്രയും മാത്രമല്ല, വസ്തുവൃത്താപേക്ഷം. വസ്തുസ്വരൂപം നോക്കുമ്പോഴും നമ്മൾക്ക് ആദ്യം ഉത്പത്തി പറയണം, എങ്കിലേ സ്ഥിതിയും ലയവും പറയാൻ പറ്റത്തുള്ളൂ.
എല്ലാം കൽപ്പനയാണെങ്കിൽ പോലും കൽപ്പനയ്ക്കും ഒരു വ്യവസ്ഥ വെച്ചു കൊടുക്കണ്ടേ? ശരിക്ക് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? പെട്ടെന്ന് മനസ്സിലാവും ജഗത്ത് മിഥ്യ. ഏതുപോലെ? കയറിൽ സർപ്പം പോലെ അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ മൃത്തിലെ ഘടം അങ്ങനെ ഒന്നും മാറി തരത്തില്ല, കാരണം അത് വ്യാവഹാരികമാണ്. ടീക്ക മൂലശ്രുത്യ വസ്തുഗത്യാച ആദിത്വം ജ്ഞാത്വ തദപേക്ഷ സൂത്രകൃത ജന്മന ആദിത്വമുക്തമിത്യർത്ഥ. മൂലശ്രുതിക്കനുസരിച്ചും, അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സൂത്രങ്ങൾക്കും ഒരു ശ്രുതി സംബന്ധം ഉണ്ടാവും. അപ്പം മൂലമായിരിക്കുന്ന ശ്രുതിക്ക് മൂലമായിരിക്കുന്ന സൂത്രത്തിന് മൂലമായിരിക്കുന്ന, മൂലം എന്ന് പറഞ്ഞാൽ കാരണം നടത്താം, കാരണമായിരിക്കുന്ന ശ്രുതിയിലും മാത്രമല്ല വസ്തുഗത്യാച, വസ്തുവിന്റെ ഗതിക്കനുസരിച്ച് സ്ഥിതിക്കനുസരിച്ച് എന്നാണ്. വസ്തുവിനെ നോക്കുമ്പോഴും ആദിത്വം ജ്ഞാത്വ തദപേക്ഷ, ആദിത്വം എന്ന് പറഞ്ഞ തുടക്കത്തെയാണ് ആദ്യം അറിയുന്നത്. അതിനെ അപേക്ഷിച്ചിട്ട് സൂത്രകാരനാൽ ഈ സൂത്രസ്ഥലത്ത് ബഹുറി സമാസ സ്ഥലത്ത് പോലും ജന്മത്തെ ആദിയിൽ കൊണ്ടുവച്ചു. ജന്മന ആദിത്വമുക്തം. ജന്മാദിക്ക് പകരം സൂത്രം മാറ്റാൻ പറ്റുമോ? സ്ഥിത്യാദി പറ്റാതെ ഒന്നല്ലല്ലോ. അവിടെയാണല്ലോ ചോദ്യം, ജന്മാദി എന്തിനു പറഞ്ഞു? സ്ഥിതി ആദിയിൽ എന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രസംഗത്തിന്റെ ജന്മത്തിന് ശേഷമാണ് സ്ഥിതി ലയം വരുന്നുള്ളത് കൊണ്ട് ജന്മത്തില്ലേ ആദ്യം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ വസ്തുസ്ഥിതിക്ക് അനുസരിച്ച് ജന്മത്തില്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതമഹ പ്രത്യക്ഷാർത്ഥ മാത്രവാചിത്വം ആശങ്ക്യ ഉപസ്ഥിത സർവകാര്യവാചിത്വമാഹ. അതായത് അസ്യ എന്നുള്ള സ്ഥലത്ത് ഇതം ശബ്ദത്തിന്റെ ഷഷ്ഠീകവചനം അസ്യ, അസ്യ ജഗതഃ. പക്ഷെ അവിടെ പ്രത്യക്ഷാർത്ഥത്തെ പറയാനല്ലേ ഇതം ശബ്ദ പ്രയോഗം നടത്തുന്നത്? ഇതമസ്തു സന്നികൃഷ്ടേ സമീപതര വർത്തിരോ ഏതദ്രൂപം അധഹസ്തു വിപ്രകൃഷ്ടേ തദിതി പരോക്ഷ വിജാനീയാത്. അപ്പോൾ പ്രത്യക്ഷാർത്ഥത്തെ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതം ശബ്ദം കൊണ്ട് പ്രത്യക്ഷാർത്ഥത്തിൽ എടുക്കേണ്ടത് പ്രത്യക്ഷാർത്ഥ മാത്ര വാചിയല്ലേ, വാചിത്വം ആശങ്ക്യ. അപ്പൊ സിദ്ധാന്തം ഇനി പറയാണ് ഉപസ്ഥിത സർവകാര്യവാചിത്വം, നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന സകല കാര്യാത്മകമായിരിക്കും ജഗത്തിനെ എടുത്തോളണം. ഏത് പദം കൊണ്ട്? ഇതം ശബ്ദത്താൽ. ഇതമുണ്ടോ അവിടെ? ഇതം ശബ്ദത്തിന്റെ ഷഷ്ഠി ഏകവചനമാണ് അസ്യ. അപ്പോൾ അസ്യ എന്നുള്ള പദത്തെയാണ് ഇപ്പം പറഞ്ഞത്. ഇനി ഭാഷ്യത്തിന് മുന്നേ കുറെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഭാഷ്യം പോട്ടെ. ശ്രുതി നിർദ്ദേശസ്ഥാവത്, ഇവിടെ പറഞ്ഞല്ലോ ശ്രുതി നിർദ്ദേശത്താലും വസ്തുഗതിക്കനുസരിച്ചും ജന്മമാണ് ആദിയിൽ പറയേണ്ടത്. അപ്പൊ ആദ്യ ശ്രുതിയെ കാണിക്കുകയാണ്. യഥോ വാ വയ്യാട്ടോ, യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ, എവിടെ നിന്നാണോ ഈ സകല ഭൂതങ്ങൾ ഉത്പന്നമായത്? ഏന ബ്രഹ്മണ ജാതാനി ഭൂതാനി ജീവന്തി, ഏതൊരു ബ്രഹ്മത്താലാണോ ഉത്പന്നമായിരിക്കുന്ന വസ്തുക്കൾ നിലനിൽക്കുന്നത്? യത് പ്രയന്തി, എവിടത്തേക്കാണോ പ്രളയകാലത്ത് തിരിച്ചു പോകുന്നത്? അഭിസംവിശന്തി, അധിഷ്ഠാന വസ്തുവായിട്ട് ഏകത്വത്തെ പ്രാപിക്കുന്നത്. തദ് ബ്രഹ്മ എന്നാണ് മൊത്തം വാക്യം. തൈത്തരീയം 3:1. ഇവിടെ തുടക്കം എന്താണ് പറഞ്ഞത്? ജന്മമാണ്. ഇത്തി അസ്മിൻ വാക്യെ ജന്മസ്ഥിതി പ്രളയാനാം ക്രമദർശനാത്, ക്രമം കാണുന്നത് ജന്മസ്ഥിതി പ്രളയം എന്ന, അതുകൊണ്ട് ആദിയിൽ ജന്മം വരും. 1. വസ്തുവൃത്തമതി, വസ്തുഗതിക്ക് അനുസരിച്ചും. എന്താണ് വസ്തുഗതി? ജന്മന ലബ്ധ സത്താകസ്യ ധർമ്മിണ സ്ഥിതി പ്രളയ സംഭവാത്, സ്ഥിതിയും പ്രളയവും വരണമെങ്കിൽ എന്ത് വേണം? ഒരു ധർമ്മി ആദ്യം ഉത്പന്നമാവണം. ജന്മന ലബ്ധ സത്താകസ്യ, ജന്മം കൊണ്ട് സത്ത കിട്ടിയിരിക്കുന്ന ധർമ്മിയായിരിക്കുന്ന ഒരു വസ്തുവിന് ജന്മം കൊണ്ടല്ലേ അസ്തിത്വം വരുന്നത്. ആ അസ്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിനെ സ്ഥിതമാവത്തുള്ളൂ, ലയവും പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ആദ്യം നമുക്ക് ഉത്പത്തി പറയണം. ഇനി അസ്യേതി, ഇവിടെയാണ് നമ്മുടെ ടീക്ക വന്നത്. ടീക്കയിൽ എന്താണ്? ഇതമഹ സകല കാര്യത്തെ എടുത്തോളം എന്നർത്ഥം. അപ്പൊ വിശദീകരിക്കുകയാണ്. ഈ അസ്യേതി സൂത്രത്തിലെ അസ്യ എന്നുള്ള പദം കൊണ്ട് പ്രത്യക്ഷാദി സന്നിധാപിതസ്യ ധർമ്മിണ ഇതമാ നിർദ്ദേശ, ഇതമാ എന്ന ഇതം ശബ്ദേന എന്നാണ്. അസ്യ എന്നുള്ള ശബ്ദത്താല് ഏതിനെ നിർദ്ദേശിച്ചു? ധർമ്മിണ, ധർമ്മിയാര? സകല ജഗത്ത്. പ്രത്യക്ഷ ആദിപദം കൊണ്ട് അനുമാനം ഉപമാന ശബ്ദം ഇത്യാദി സകല പ്രമാണ വേദ്യമായിരിക്കുന്ന ജഗത്തിനെ ഗ്രഹിച്ചോളണം. സന്നിധാപിതസ്യ എന്ന് പറയുന്ന പ്രാപ്തസ്യ, പ്രത്യക്ഷാദി പ്രമാണത്താൽ പ്രാപ്തമായിരിക്കുന്ന ധർമ്മിണ കസ്യ ജഗതഃ ഇതം ശബ്ദേന മന അസ്യ ഇതി ഇതം ശബ്ദേന നിർദ്ദേശകൃത. ഇതം ശബ്ദത്താൽ, അസ്യ എന്നുള്ള ശബ്ദത്താൽ പ്രത്യക്ഷാദി പ്രമാണ സിദ്ധമായിരിക്കുന്ന മൊത്തം ജഗത്തിനെയും നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഈ സകല ജഗത്തിനെയും അസ്യ എന്നുള്ള പദം കൊണ്ട് ഗ്രഹിച്ചോളുക. ഇങ്ങനെ ഇരിക്കുന്ന ഈ ജഗത്തിന്റെ ജന്മവും സ്ഥിതിയും ലയവും എവിടെ നിന്നാണോ സംഭവിച്ചിരിക്കുന്നത്, ഏത് കാരണം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, ആ കാരണമാണ് ബ്രഹ്മ എന്നർത്ഥം ചെയ്യും. ടീക്ക വിയതാദി ജഗതോ നിത്യത്വാദ് എന്ന ജന്മാദി സംബന്ധ. വിയത് എന്ന് പറയുന്ന അർത്ഥം ആകാശം. ടീക്കെ, വേദാധികരണം നിങ്ങൾക്കിന് വരാനുണ്ട്. അപ്പോൾ വിയതാദി ജഗത,
ആകാശാദി ജഗത്തിന് അത് നിത്യമാണെന്നിരിക്കെ, ആകാശം മുതൽക്കുള്ള മൊത്തം ജഗത്ത് നിത്യമാണെന്നിരിക്കെ, ജന്മാദി സംബന്ധ, ജന്മമായിട്ട് ഈ ജഗത്തിന് എവിടുന്ന സംബന്ധം കിട്ടാൻ പോകുന്നത്? കാരണം എന്താ? നിത്യവസ്തുവാണ്. പരമാണു നിത്യല്ലേ? ജഗത്ത് അനിത്യമാണെങ്കിലും പരമാണു നിത്യല്ലേ? പരമാണു അനിത്യാണോ? അനിത്യ വസ്തുക്കൾ മിഥ്യയാണോ അല്ലെ മിഥ്യാവസ്തുക്കൾ അനിത്യമാണോ? അപ്പം എന്താണ് ഇതിന് ഉത്തരം പറയാണ് ഭാഷ്യം. ഷഷ്ടി ജന്മാദി ധർമ്മ സംബന്ധാർത്ഥ. എവിടെ? അസ്യ എന്നുള്ള ഷഷ്ടി, അതായത് നിങ്ങളെ വിഭക്തി സ്ഥലത്ത് ഷഷ്ടി എന്തിനു കാണിക്കേണ്ടിട്ടാ? സംബന്ധത്തെ കാണിക്കേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഷഷ്ടി കാണിച്ചത് ജന്മാദി സംബന്ധം കാണിക്കാനാണ്. ജന്മാദി ധർമ്മ സംബന്ധാർത്ഥ. ജന്മാദികളായിരിക്കുന്ന ധർമ്മത്തിന്റെ സംബന്ധം എവിടെ ഉണ്ടാവും? ജന്മാദികളുടെ സംബന്ധം എവിടെ ഉണ്ടാവും? ജഗത്തിലേക്ക്. ജന്മാദിയുടെ സംബന്ധം ജഗത്തിൽ, ജഗത്തിന്റെ കൽപ്പിതമായിരിക്കുന്ന സംബന്ധം ബ്രഹ്മത്തില്. അതുകൊണ്ടാണ് അസ്യ പ്രസംഗം തന്നെ ജഗത് നിത്യമാണെങ്കിൽ എന്നാണല്ലോ. ഇനി ടീകാണ്. വിയദാദി മഹാഭൂതാനാം ജന്മാദി സംബന്ധോ ഭക്ഷ്യതി ഇതി ഭാവഃ. ജഗത്തിന്റെ ഭാഗമല്ലേ വിയത്ത്? ആ വേദാദികളായിരിക്കുന്ന ജഗത്തുക്കളായിരിക്കുന്ന മഹാഭൂതങ്ങളുടെ ജന്മസംബന്ധം ഇനി നമ്മൾ മുന്നോട്ട് പറയും. ജന്മസംബന്ധം വിയത്തിനുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജന്മസംബന്ധം വിയത്തിനുണ്ടായാൽ എന്ത് സംഭവിക്കും? അനിത്യമോ? ജഗത് ഉത്പന്നമാവും. ശ്രദ്ധിച്ചോ? ധ്വംസം എന്നുള്ള സംബന്ധം ഘടത്തിന് വന്നാൽ എന്ത് പറ്റും? ഘടം നഷ്ടപ്പെടും. ഉത്പത്തി എന്നുള്ളത് ക്രിയ, ഘടം വേറെ, ഉത്പത്തി എന്നുള്ള ക്രിയ വേറെ. ഉത്പത്തി എന്നുള്ള ക്രിയ ഘടമായിട്ട് സംബന്ധിച്ചാൽ ഘടം ഉത്പന്നമാവും. നന്നു ജഗതോർജന്മാദേർവ ബ്രഹ്മസംബന്ധ അഭാവാത് ന ലക്ഷണമിത്യാശങ്ക്യ തത് കാരണത്വം ലക്ഷണമിതി പഞ്ചമ്യർത്ഥമാഹ. പൂർവക്ഷിയുടെ ആക്ഷേപമാണ്. നന്നു ജഗതോ ജന്മാദേർവ ബ്രഹ്മസംബന്ധ അഭാവാത്. രണ്ടുമായിട്ട് നീക്കി. ബ്രഹ്മസംബന്ധ അഭാവാത്, ബ്രഹ്മവുമായിട്ട് സംബന്ധമില്ലാത്തതിനാൽ. ആർക്ക്? ജഗത്തുമായിട്ടും ജന്മവുമായിട്ടും. ജന്മം എന്നുള്ളൊരു ഒരു വസ്തു, അതുമായിട്ട് ബ്രഹ്മത്തിന് സംബന്ധമില്ല. ജഗത്തുമായിട്ടും ബ്രഹ്മത്തിന് സംബന്ധമില്ലെന്നിരിക്കെ ന ലക്ഷണത്വം. ലക്ഷണം എന്താണ്? ജഗത് ജന്മ കാരണത്വം എന്നല്ലേ? ആ കാരണത്വം പറയണമെങ്കിൽ സംബന്ധം പറയണ്ടേ? ജഗത്തിന്റെ ജന്മത്തിന് കാരണാരാ? ബ്രഹ്മ. അങ്ങനെയാണെങ്കിൽ ജഗത്തിന്റെ സംബന്ധമില്ലാതെ ബ്രഹ്മത്തില് ജഗത് കാരണത്വം വരുമോ? ഏതെങ്കിലും ഒരു വസ്തു ഉത്പന്നമാകുമ്പോഴല്ലേ ഉത്പത്തിയുടെ കാരണത്വം ബ്രഹ്മത്തിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഉത്പന്നമാവുന്ന ജന്മത്തിന്റെ സംബന്ധം പോലും, മറ്റൊരു വസ്തുവിന്റെ ജന്മത്തിന്റെ സംബന്ധം പോലും ബ്രഹ്മത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ജഗത് ജന്മ കാരണത്തെ എങ്ങനെ ബ്രഹ്മമാവും? ആശങ്ക എന്ന ആശങ്ക നടത്തെ. ഉത്തരം പറയാണ് തത്കാരണത്വം ലക്ഷണം ഇതി. അതായത് ജന്മസംബന്ധമോ ജഗത് സംബന്ധമോ ബ്രഹ്മത്തിൽ ഇല്ലെങ്കിൽ പോലും, സ്പഷ്ടീകരിക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജഗതോ ജന്മാദേർവാ ബ്രഹ്മസംബന്ധ അഭാവാത്. ബ്രഹ്മമായിട്ട് ജഗത്തിനോ ജന്മത്തിനോ സംബന്ധമില്ലാത്തതിനാൽ ലക്ഷണത്വം കിട്ടത്തില്ലല്ലോ എന്ന് സാമാന്യമായിരിക്കുന്ന അഭിപ്രായം പറയാണ്. പറയാണ് ഞങ്ങൾ ജഗത്തിനെ എടുത്തിട്ടോ ജന്മത്തെ എടുത്തിട്ടോ അല്ല കാരണം പറയുന്നത്. അതായത് ജന്മസംബന്ധം ബ്രഹ്മത്തിൽ ഇരിക്കുന്നില്ല, കാരണം ബ്രഹ്മത്തിന് ജന്മമില്ല. പക്ഷെ ജഗത്തിന്റെ ജന്മത്തിന്റെ കാരണത്വം പറയാണ് ഞങ്ങൾ. അങ്ങനെ തത്കാരണത്വം എന്ന് പറഞ്ഞാൽ ജഗത് ജന്മ കാരണത്വം, ജഗത് സ്ഥിതി കാരണത്വം, ജഗത് ലയ കാരണത്വം. ഇത് ലക്ഷണമിതി എന്ന് ലക്ഷണം ഉണ്ടാവുമെന്ന് പഞ്ചമ്യർത്ഥമാഹ. പഞ്ചമി എവിടെയുള്ളത്? സൂത്രത്തിൽ യഥ എന്നുള്ള പഞ്ചമിയുടെ അർത്ഥം പറയാണ്. ഭാഷ്യം കാണു, ഇത്രയും കൂടി നോക്ക്. യഥ ഇതി കാരണ നിർദ്ദേശ. യഥ വിസർഗം ഉണ്ടാവട്ടോ, അത് ഇകാരം പരത്തിലുള്ളതുകൊണ്ട് യോജിച്ചു പോയതാണ്. യഥ എന്നുള്ളത് കാരണത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എവിടെ? സൂത്രത്തിൽ എന്ന് കൂട്ടിച്ചേർക്ക്. സൂത്രത്തിലെ യഥ എന്നുള്ള പദം കാരണത്തെ നിർദ്ദേശിച്ചതാണ്. അപ്പൊ മൊത്തം എന്തായി? നല്ലടിക്ക് നോക്ക്. യച്ഛബ്ദേന സത്യജ്ഞാനം അനന്തം ആനന്ദരൂപം വസ്തു ഉച്ചതേ. യച്ഛബ്ദം കൊണ്ട് ആരാണ് പറയപ്പെട്ടിരിക്കുന്നത്? സത്യജ്ഞാനം അനന്തം. അതവിടെ അനന്തം എന്നേ ഉള്ളൂ കേട്ടോ. ആനന്ദം ബ്രഹ്മണോ വിചാരിയാതെ എന്നുള്ള സ്ഥലത്തുള്ള ആനന്ദം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. സത്യജ്ഞാനം അനന്തം ആനന്ദരൂപം ആര്? ബ്രഹ്മവസ്തു ഉച്ചതേ പറയപ്പെട്ടിരിക്കുന്നു. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ശ്ലോകം ഈ തൈത്തിര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ആനന്ദാദ്യ വഹി ഭൂതാനി ജായന്തേ ആനന്ദേന
ആനന്ദേവ അഭിസംവിശന്തി, ആനന്ദത്തിൽ നിൽക്കും, ആനന്ദത്തിൽ ലയിക്കും. അപ്പൊ ആനന്ദാത്മമായിരിക്കുന്ന ബ്രഹ്മത്തെ കുറിച്ച് പറയും. അതിനെയാണ് നിർണയം ചെയ്തത് കൊണ്ട് ആ ആനന്ദ സ്വരൂപ ബ്രഹ്മമാണ് ഇവിടെ ഇപ്പോൾ യതഃ എന്ന ശബ്ദത്താൽ പറയപ്പെട്ടിരിക്കുന്നത് അർത്ഥം. തഥാച സ്വരൂപ ലക്ഷണ സിദ്ധി രീതി മന്തവ്യം. യതഃ എന്നുള്ള പദത്തെ എടുത്തിട്ട് മാത്രം സ്വരൂപ ലക്ഷണം സിദ്ധിക്കപ്പെടും. എങ്ങനെ? സത്യജ്ഞാനമാനന്ദ ബ്രഹ്മമാണത്. ജന്മാദി കാരണത്വം പറയുമ്പോൾ അത് തടസ്ഥ ലക്ഷണമായിട്ടിരിക്കും. യതഃ എന്നുള്ള പദത്തിലൂടെ നമ്മൾക്ക് സത്യജ്ഞാനമാനന്ദ ബ്രഹ്മത്തെ കൊണ്ടുവരുമ്പോൾ അത് സ്വരൂപ ലക്ഷണമായി മാറും. അങ്ങനെ വ്യത്യാസമുണ്ട്. പദാർത്ഥമുക്ത്വ പൂർവസൂത്രസ്ഥ ബ്രഹ്മപദാനുഷംഗേണ തച്ഛബ്ദ അധ്യാഹരണ ച സൂത്രവാക്യാർത്ഥമഃ. നാളെ നോക്കാം. നമസ്തേ സ്വാമിജി. നമോദണ്ണ പറഞ്ഞോ. നാരായണ സ്വാമിജി, നമ്മൾ ഈ ടീക്ക പോകുന്നതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുമ്പോൾ ഇത് ഗ്രാമർ ബേസ് ഇന്ന് മുഴുവൻ ബഹുവ്രീഹി സമാസത്തെ കൂടുതൽ ഈ ഗ്രാമറിന്റെ ഒരു അവഗാഹം നമുക്ക് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതാണ് ഇന്നത്തെ ടീക്കയില് അങ്ങനെ നമുക്ക് വിചിന്തനം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സമസ്ത പദം, സമാഹാരാർത്ഥം ഇത്യാദി കാര്യങ്ങളൊക്കെ. ഒരു കാര്യം അവലോകനം നടത്തുക. ഇത് ആദ്യം വ്യാകരണവും ന്യായമുള്ള ആൾക്കാർക്കല്ലേ ഗ്രന്ഥം. അവരുടെ അടുത്ത് പ്രശ്നം. ഇത് ആരുടെ സംസാരിക്കുന്നു? നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് സംഭവമല്ലല്ലോ ഇത്. ഇത് ആരുടെ സംസാരിക്കുന്ന നോക്കണം. അതായത് ഇതൊരു എലൈറ്റ് ക്ലബിൽ നടക്കുന്ന ചർച്ചയാണ്. ഇതിനെ പിടികിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോളം. ഇത് താഴേക്കടയിൽ ഇപ്പോൾ പോലും നോക്കിയോ, നിങ്ങൾക്ക് ഈ വേദാന്തം പഠിക്കുന്ന ആൾക്കാർ അപ്പോഴും വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. എങ്ങനെ കളിച്ചാലും ഇതിലേക്ക് പ്രവേശം തരത്തില്ല. ഞാൻ ഇന്ന് ഉദാഹരണം പറയാൻ കാരണം, എന്റെ സുഹൃത്ത്, അവൻ കഴിഞ്ഞ 23 വർഷമായിട്ട് ആദ്യം മഹാരാഷ്ട്രയിൽ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അതിങ്ങനെ പണ്ടുപിടിയായിരുന്നു. അങ്ങനെ പിന്നെ അവിടത്തേക്ക് പോയി അവിടെ പോയി പഠിച്ചിട്ടൊക്കെ വന്നതാണ്. അവർക്ക് വ്യാകരണവും ന്യായവും എല്ലാം നന്നായിട്ട് അറിയാം. അവർ ക്ലാസ് എടുക്കുന്ന. പക്ഷെ പെടുന്നത് എവിടെയാ? നമ്മൾ സ്ഥിരം പിടിക്കുന്ന സ്ഥലം ഏത്? സാക്ഷി സുഷുപ്തി ജഗത് കാരണം. ഇവിടെ കടന്നിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു ബുദ്ധിയിലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ ഏത് ഉപാസനയാണ്, ജഗത്തുണ്ട്, എന്തെങ്കിലും ഭഗവാൻ ഇട്ട് തരൂല്. പണ്ടൊരു ചാപ്പ എന്നുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം, അതിൽ ഒരു കോയിൻ എറിയ ചെയ്യുക. അത് പിടിച്ചാൽ എന്താ കിട്ടുക? അങ്ങനത്തെ ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്താൽ ഫുഡ് കിട്ടും. ഇതുപോലെ ഞങ്ങൾ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ഈ സാധന സ്ഥലത്ത് ഒന്നുമില്ല. തന്റെ പ്രാരബ്ധം ആരും അടിച്ചു മാറ്റൂല. തന്റെ ദുഃഖങ്ങൾ തനിക്ക് തന്നെ അനുഭവിച്ചേ വരത്തുള്ളൂ. ഒരു ദേവതയ്ക്കും പറ്റത്തില്ല അതൊന്നും മാറ്റിത്തരാൻ. അത് ആ ദൃഷ്ടാന്തമാണ് ഏതിവിടെ തരുന്നത്. നമ്മുടെ മലയാളിയായിരിക്കുന്ന നാരായണത്ത് ഭ്രാന്തന്റെ കഥയിൽ തന്നെ അറിയാം, ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് പറയേണ്ടിയിട്ടാണ് ആ കഥ വെച്ചത്. ഏത് മന്ത് പോലും മാറ്റാൻ പറ്റാത്ത ദേവതയാണോ നമ്മുടെ ജന്മം അങ്ങോട്ട് മാറ്റിത്തരാൻ പറ്റുന്നത്? ഇതാണ് അതിലെ പ്രമേയം. അത് പറയത്തില്ല. നോക്കോ, നമ്മളെ കഥാകാരന്മാർ ഈ സമയം എന്താണ് പറയുന്നത് അത് മാത്രം പറയത്തില്ല. നാരായണത്ത് ഭ്രാന്തനും കാര്യങ്ങൾ അങ്ങോട്ട് കയറാൻ തുടങ്ങും. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ വ്യാകരണം പറയാൻ വേണ്ടി നല്ല തുടങ്ങിയത്. ആ സമാസം അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൂത്രം പോലും അറിയത്തില്ല എന്നർത്ഥം. സൂത്രത്തിൽ ആദ്യത്തെ പദം തന്നെ സമസ്ത പദമാണ്. നമ്മൾ അങ്ങനെയൊന്നും അന്വയിക്കത്തില്ല. നമ്മൾക്ക് ഒരൊറ്റ റൗണ്ട് അർത്ഥം കിട്ടിയാൽ എന്ത്? ആ ജന്മം ബ്രഹ്മത്തിൽ നിന്നാണ്, പണി കഴിഞ്ഞു. ആ സ്ഥിതി അതും ബ്രഹ്മം തന്നെ. ലയമോ ആ ചോദിക്കാനുണ്ടോ? അത് ബ്രഹ്മമല്ലേ, പണി തീർന്നു, ഫിനിഷ്. ഇനി എന്ത് ചെയ്യണം? കിട്ടിയ വിളക്കായിട്ട് ഇളകിക്കൊള്ളുക. ഇതല്ല സാധനം. ഇവിടെ ഇരുന്നിട്ട് മെനക്കേട്ട് കൊള്ളണം. എന്താണ് സമാസം? അവിടെ വന്നിരിക്കുന്ന സമാസ പദസ്ഥലത്ത് കൂടുതലും ഈ പറഞ്ഞ കാര്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ജന്മാദി എന്നുള്ള സ്ഥലം തന്നെ ഒരു സമസ്ത പദമാണ്. അങ്ങനെ ഇരിക്കുന്ന ജന്മാദി എന്ന് പറയുന്ന ജന്മസ്ഥിതി ഭംഗം, ഈ ജഗത്തിന്റെ ജന്മസ്ഥിതി ഭംഗം ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ, ഇതുപോലും തുടക്കക്കാർക്ക് എങ്ങനെയാ മനസ്സിലാകത്തുള്ളൂ? ആ ജഗത്തിന്റെ കാരണമാണ് ബ്രഹ്മനെ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ടീക്കയിൽ വന്ന വരുത്ത് കണ്ടോ? എന്താ ചോദ്യം ചോദിച്ചത്? എങ്ങനെയാണ് ജഗത്തിന്റെ കാരണത്വം വരുന്നത്? അന്നേരം എന്താ പറഞ്ഞത്? ഉത്തരം എന്തായിരുന്നു? കൽപ്പിതം കാരണത്വം. കൽപ്പിതം കാരണത്വം. ദൃഷ്ടാന്തം എന്തായിരുന്നു പറഞ്ഞേ? തടസ്ഥം. ദൃഷ്ടാന്തം എന്തായിരുന്നു? ശുക്തി രജത ശുക്തിയുടെ ലക്ഷണം രജതമായതുപോലെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ശുക്തിയുടെ ലക്ഷണം എങ്ങനെയാ രജതം? അതൊന്ന് വിശദീകരിച്ചു തന്നെ. ആ ഒരൊറ്റ പദം ഒന്ന് വിശദീകരിച്ചു തന്നെ. ആ പദം വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ വേദാന്തം അറിയണം. ഇത് എവിടെ കൊണ്ട് കിട്ടുമെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ടീക്ക എടുക്കാത്ത ആൾക്കാർ ഗഹനമായിരിക്കുന്നത്. അതായത് സംസ്കൃതം തന്നെ ഒന്ന് ബുദ്ധിമുട്ട്. അതിൽ ഏറ്റവും പ്രശ്നക്കാരൻ ന്യായം. ന്യായത്തിന്റെ അപ്പനാണ് ഈ സാധനം. ഇവിടെ വന്ന് വ്യവഹരിക്കുന്നവരെ നമ്മൾക്ക് അങ്ങനെ അവരുടെ ബുദ്ധിയുടെ തലം, ചിന്തിക്കുന്നതിന്റെ പാറ്റേൺ മാറ്റി 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 കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് സാക്ഷി സ്വരൂപം ആ രീതിയിൽ സംസാരിച്ചു പോയാൽ പിടികിട്ടത്തുള്ളൂ.
നമ്മൾ അദ്വൈസിദ്ധി എങ്ങനെയുണ്ട് ഇപ്പം പോകുന്നത്? ഇവരോട് വെച്ചാൽ മതി. ठीक है, ക്ഷാമ പ്ലാ വരയ്ക്കും ഒരു പ്രത്യേക ഏരിയ. അത് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് തന്നെ വിചിത്രമായിരിക്കുന്ന ട്രെയിനിങ്ങാ. നേരിട്ട് പങ്ക്തി ഒന്നും എഴുതത്തൊന്നുമില്ല. പങ്ക്തി തെറ്റിച്ചെഴുതിയിട്ട് അടുത്ത 2 സെന്റൻസ് കഴിഞ്ഞാലേ അതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം എത്ര പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങേരുടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അനുമാനം പൂർവ്വകാലോഹം ഗജജ്ഞാനഭാവാൻ. അവിടെ കൊടുക്കേണ്ടത് ഗജജ്ഞാനജ്ഞാനഭാവാൻ എന്ന് കൊടുക്കേണ്ട സ്ഥലത്ത് ഗജജ്ഞാനഭാവാൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഏത് കൊടുത്തിരിക്കുകയാണ്? അജ്ഞാനാത്. പക്ഷെ അതിന് ഇനി പറയാൻ പോകുന്നതിന്റെ ക്ലൂ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അജ്ഞാനത്തില് അഭാവത്തിന്റെ വ്യാപ്യത ഇരിക്കും എന്നുള്ളത്. അജ്ഞാനത്തിൽ അഭാവത്തിന് വ്യാപ്യത ഇരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ജ്ഞാനജ്ഞാന അഭാവം എന്നുള്ള ജ്ഞാനാനുപലബ്ധി പറയാതെ കേവലം ജ്ഞാനാഭാവത്തെ പറഞ്ഞു കൊണ്ടുപോയത്. ഇത് കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങൂലേ? ഇനി അവിടെയുള്ള പ്രസംഗം ഒന്ന് മനസ്സിലാക്കണമെങ്കിലോ? അപ്പോൾ ബുദ്ധി നമ്മളെ കൊണ്ട് ബുദ്ധിയെ വ്യാപാരം ചെയ്യിപ്പിച്ചിട്ട് ഇവർ കൊണ്ടുപോകും. കാരണം നിധിധ്യാസന സ്ഥലത്ത് നിങ്ങൾ വ്യാപകനായിരിക്കുന്ന ബ്രഹ്മത്തെ വിചാരിക്കുന്നു. വ്യാപകം എന്ന് പറയുന്നത് അർത്ഥം സർവ്വവ്യാപകൻ. സർവ്വം ഉണ്ടെങ്കിലല്ലേ വ്യാപകനാവത്തുള്ളൂ. സർവ്വം ഇല്ലല്ലോ, പിന്നെ ഇവിടുന്ന് വ്യാപകനാവുക? എന്ത് ചെയ്യും? അപ്പൊ നിധിധ്യാസന സ്ഥലത്ത് ബ്രഹ്മവസ്തു അറിയാതെ നിങ്ങൾ എങ്ങനെ നിധിധ്യാസനം ചെയ്യും? ഇത് സഗുണനൊന്നല്ലല്ലോ എവിടെയെങ്കിലും കയറിയിരിക്കുക. അത്രയും മനസ്സിനെ പിൻ പോയിന്റ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടത്തേക്ക് നിങ്ങൾക്ക് ഇവർ പറയുന്ന എല്ലാ ടൂൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ ആരടുത്തും മസിൽ പിടിക്കാനോ എന്താണ് ഈ എഴുത്തുകാരന്റെ ബുദ്ധി സാമർത്ഥ്യം പറയാനോ അല്ലത്. അതാണ് ഗീതാകാരൻ പറയുന്നത്, ദിദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിത്തേ. ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ठीक മെനക്കേട് കൊണ്ട് മാത്രം എന്ന് പറയാം. അത് ഇതിലേക്ക് കയറണമെങ്കിൽ തന്നെ പൂർവ്വപുണ്യം അത്രയും വേണം. ഒരു വേദാന്തിയെ നമ്മൾക്ക് ഒന്ന് റെഡിയാക്കാന്നല്ലാതെ ഒരു ദ്വൈതി നമുക്ക് ഒരിക്കലും വേദാന്തിയാക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ 20 വർഷം പഠിച്ചാലും അവർ പിന്നെ കിണ്ടി വിളക്കായിട്ട് ഇറങ്ങാൻ കാരണം എന്താ? അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ദ്വൈതമേ ഉള്ളൂ. അവർക്ക് സാധനം പിടികിട്ടത്തില്ല. പിടികിട്ടാതിരിക്കാൻ കാരണം നമ്മുടെ മതം വേറൊരു മതം പിടികിട്ടാതിരിക്കാൻ കാരണം നമ്മൾ ആദ്യമേ തയ്യാറായ മതത്തിന്റെ പ്രബലതയാണ്. പിന്നെ നമ്മൾ ചെയ്ത പൂർവ്വകാല കർമ്മങ്ങൾ, പ്രാരബ്ധങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനെ മറുകണ്ഠം ചാടുക എന്നുള്ളത് നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഗുരു നിങ്ങളെ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിനനുസരിച്ചല്ലേ ഉള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് പഠിച്ചു തീർത്തെങ്കിൽ മാത്രമേ ഇതിന്റെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടത്തുള്ളൂ. ആ സമയത്ത് നമ്മൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് കംപ്ലൈന്റ് മാത്രം പറയരുത് ഇത് വ്യാകരണം പഠിക്കാനല്ലേ, ഇത് ബ്രഹ്മാകാര വൃത്തിക്കല്ലല്ലോ എന്നും. അപ്പം പിന്നെ അവര് സൂത്രം എഴുതേണ്ട ആവശ്യമില്ല, സൂത്രകാരന് സമാസം പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇത് മാത്രമല്ല, ഭാഷ്യകാരൻ ന്യായപ്രയോഗം നടത്തിയിട്ടില്ല. പക്ഷെ ഭാഷ്യകാരൻ ന്യായപ്രയോഗം നടത്തിയ സ്ഥലത്ത് നൈയായികനടക്കം ഫെയിലാവും. നിങ്ങൾ ബൃഹദാരണ്യത്തിന്റെ 3-ാം അധ്യായം എടുത്ത് നോക്കുക. ഭാവത്തെ കുറിച്ച് പറയുന്ന സ്ഥലമുണ്ട്. നൈയായികനടക്കം മൂളി നിൽക്കും. നൈയായികൻ അത്യുത്തമനായിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവനാണ്. അവന് പോലും ഇവിടെ കയറി മനസ്സിലാവത്തില്ല. അപ്പോൾ എത്രമാത്രം ബുദ്ധി സാമർത്ഥ്യം ഇവിടെ ആവശ്യമുണ്ടെന്നുള്ളത് നോക്കിക്കോളുക. ठीक നമ്മളും ഇതിലെ പാരംഗതനായിട്ടല്ലല്ലോ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളെ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേരം ആലോചിച്ച് നോക്ക്. എല്ലാവരുടെയും ശ്രമമാണ്. ബ്രഹ്മാകാര വൃത്തി വരുന്നവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല. ठीक അല്ല ലാഘവത്തോടു കൂടി പറയുന്ന ഗുരു ഉണ്ട്, ആ നല്ല ഗുരു. ठीक കാരണം ഇവിടെ ലാഘവം ഇല്ല. ഗുരുവിലെ ലാഘവം അത് വേറെന്ത് ഉദ്ദേശിച്ചിട്ടാണ്? പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരിക്കലും, അതായത് ഇവരിപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, എല്ലാ ടൂളും അവർ ഉപയോഗിക്കും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്നാ ശരി മക്കളെ, നമോ നാരായണ.